നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. പണ്ടുള്ളവർ പറയും സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുമെന്ന്. നമ്മൾ എന്താ പറയുക, ഇന്നു മുതൽ കേരളത്തിലെ ഒരു തിയേറ്ററിലും മലയാള സിനിമ കാണിക്കില്ല എന്നാണല്ലോ തിയേറ്റർ മുതലാളിമാരുടെ നേതാവ് വിജയകുമാർ പറഞ്ഞത്. ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടനയിലെ അംഗങ്ങളായ ഒരാളിൻ്റെയും തിയേറ്ററിൽ മലയാളം കാണിക്കില്ല എന്നാണ് പറഞ്ഞത്. മലയാളം കാണിക്കണ്ട. നമ്മൾ 3 ദിവസം മുമ്പ് ചെയ്ത പ്രോഗ്രാം എയറിൽ പോയ ശേഷം സിനിമാ രംഗത്ത് നിന്ന് എത്ര പേര് വിളിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഒരുപാട് പേര് എന്നെ വിളിച്ചു. അതായത് കാരണസഹിതം, അല്ലെങ്കിൽ ഈ സമരം എന്താണ്, എന്തിനാണ്, അത് വളരെ വ്യക്തമായി താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് മനസ്സിലായത്. ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടനയുടെ ഇരട്ടത്താപ്പിനെക്കുറിച്ച്. അതുപോലെ തന്നെ ഞാൻ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്ന ലിബർട്ടി ബഷീർ എന്ന് പറഞ്ഞ മനുഷ്യനെ, അദ്ദേഹമായിരുന്നെങ്കിൽ ഇത്തരം എന്താ പറയുക വങ്കത്തരങ്ങൾ കാണിക്കില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് സ്ഥിരമായി ശത്രുക്കളില്ലല്ലോ. നമ്മൾ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ശരി പറയുമ്പോൾ നമ്മളെ ശത്രുവായി കാണുന്നത്. അല്ലാതെ എനിക്കൊരാളോടും വിരോധവുമില്ല, ഒരാളോടും വിധേയത്വമില്ല. നമ്മൾ ഉള്ള പോലെ പറയുന്നു. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇവൻ നിർമ്മാതാക്കൾക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നതെന്ന് വിചാരിക്കരുത്. അല്ല, ന്യായത്തിൻ്റെ പക്ഷത്തെ നിൽക്കൂ. കുഞ്ഞാലി മരയ്ക്കാർ OTTയിൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കരുത്, ആന്റണി പെരുമ്പാവൂർ കാണിക്കുന്നത് ശരിയല്ല, കുഞ്ഞാലി മരയ്ക്കാർ പോലുള്ള വലിയ സ്ക്രീനിൽ കാണേണ്ട സിനിമകൾ തിയേറ്ററിൽ കളിക്കണമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ തന്നെ പറയുന്നു. ഇപ്പോൾ ഈ ഫിയോക്ക് എന്ന് പറഞ്ഞ സിനിമാക്കാരുടെ തിയേറ്റർ സംഘടന കാണിക്കുന്ന ശുദ്ധ പോക്കൃത്തനങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഓരോ ദിവസം കഴിയും തോറും വിജയകുമാർ വഴിതെറ്റി ഫിയോക്കിൽ നിന്ന് തന്നെ പുറത്തു പോകുമോ എന്നുള്ളൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം നാളെ മറ്റന്നാളോ എന്തോ നമ്മുടെ മലയാളം ഫിലിം ചേംബർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും ഒരാൾ പോലും വിജയകുമാറിൻ്റെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യാനില്ല എന്ന് അസന്നിഗ്ധമായി സുരേഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞു. സുരേഷ് കുമാർക്ക് ആത്മാഭിമാനമുള്ള ആളുകളാണെന്നേ, നട്ടെല്ലുറപ്പുള്ള ആളുകളാണ്. അദ്ദേഹം പറഞ്ഞാലൊന്നും മാറില്ല. അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും ഇനി വിജയകുമാറിനോട് ഇരുന്ന് ഞങ്ങൾ ചർച്ചയ്ക്കില്ല. കാരണം ഞങ്ങളുടെ വൈസ് ചെയർമാനൊക്കെ പോട്ടെ നിൽക്കാന്നേ, പ്രസിഡൻറ്റൊക്കെ പോട്ടെ, 10, 30, 40 വർഷക്കാലമായി മലയാള സിനിമയിൽ എണ്ണം പറയാവുന്ന നല്ല സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള വിജയകുമാറെ എറണാകുളത്ത് കണ്ണായ സ്ഥലത്ത് തിയേറ്റർ ഉണ്ടായിരുന്ന ആളാണ് സിയാദ് കോക്കർ. ആ സിയാദ് കോക്കറിനെ വിളിക്കുന്ന അനാവശ്യങ്ങൾ കേൾക്കുമ്പോൾ അയാളുടെ ഒരു ധാർഷ്ട്യം കാണണം ഈ വിജയകുമാറിൻ്റെ. ഇയാളൊക്കെ സത്യം പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആയാൽ ഈ നാടിനെ കുട്ടിച്ചോറാക്കി കളയും. അയാളുടെ ഒരു അഹങ്കാരവും അയാളുടെ ഒരു ശരീരഭാഷയും. ആ ഒരു എറണാകുളത്തൊരു സിനിമാ ചാനലൊക്കെ നടത്തുന്ന ഒരാളുണ്ടല്ലോ, എല്ലാവരും പറയുന്നത് ഈ കോലും കൊണ്ട് നടന്നിട്ട് പരദൂഷണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ. അത് അയാളുടെ ഉപജീവന മാർഗമാണ്. പക്ഷെ അയാളെ പരസ്യമായിട്ട് വിഡ്ഡി എന്നൊക്കെ വിളിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എന്നെ വിളിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, ഞാൻ ആ സ്റ്റേജ് അവിടെ ഇരിക്കുമ്പോൾ എന്നെ കയറി വിഡ്ഢിത്തനം പറയുന്നവൻ വിഡ്ഡിയാണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ വിവരം അറിഞ്ഞനെ വിജയകുമാർ. അപ്പോൾ ആരെയും എന്തും പറയാൻ കഴിയുന്ന തരത്തിൽ ഞാൻ വളർന്ന ഒരു ഒന്നൊന്നര ആളായി എന്നാണ് വിജയകുമാറിൻ്റെ വിചാരം. ഒന്നുമില്ല വിജയകുമാർ ഇപ്പോൾ പറയുന്നത് റിലീസിങ്ങിലെ ആദ്യത്തെ വിഹിതത്തിൽ മാറ്റം വരുത്തണം. അതായത് കടവും കാവലും വാങ്ങിച്ച് 50 കോടിയും 100 കോടിയും മുടക്കി എടുത്തുകൊണ്ടിരുന്ന സിനിമ വെറുതെ ഇരുന്ന് പുട്ടടിക്കുന്ന തിയേറ്റർ മുതലാളിമാർക്ക് 60% കൊടുക്കണം. ഇപ്പോൾ 55 ഉള്ളൂ, അത് പോരാ എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് 60 കിട്ടണം, നിങ്ങൾക്ക് 55. ഏത് 100 കോടി മുടക്കുന്നവൻ 55%, വെറുതെ ഇരുന്ന് തിന്നുന്ന തിയേറ്റർ മുതലാളിക്ക് 60% കൊടുക്കണമെന്നാണ് ഇപ്പോൾ പുതിയ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന് പറഞ്ഞ പടം വിജയിപ്പിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്. കാരണം വേറെ പടങ്ങളൊന്നും വരാതെ ഭ്രമയുഗം കളിച്ച് വിജയിപ്പിക്കാനുള്ള കളിയാണ് ഇപ്പം നടക്കുന്നതെന്നാണ് വിജയകുമാർ പറയുന്നത്. അതുപോലെ സൗബിൻ ഷാഹിറിൻ്റെ പടം പൊളിക്കാനുള്ള കളിയാണ് നടക്കുന്നത്. ബാബു ഷാഹിറിനെ വിളിച്ച് ഞാൻ ഈ തന്ത്രം പറഞ്ഞു കൊടുത്തു. ബാബു ഷാഹിറെ, നിങ്ങളുടെ മകൻ്റെ പടം പൊളിക്കാനാണ് ഇപ്പോൾ ഈ നിർമ്മാതാക്കൾ ഈ കളി കളിക്കുന്നതെന്ന്. എന്ത് ആലോചിച്ച് നോക്കി, ബാബു ഷാഹിർ ആരാ? അല്ലെങ്കിൽ നിർമ്മാതാക്കളെന്ന് പറഞ്ഞാൽ ബാബു ഷാഹിറിൻ്റെ മകൻ അഭിനയിക്കുന്ന പടം പൊളിക്കാൻ നടക്കുന്നവരാണ്. അതായത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാനുള്ള പരിപാടിയാണ് വിജയകുമാർ നോക്കുന്നത്. ഇതൊക്കെ എവിടെ പോയി നിൽക്കുമെന്ന് എനിക്കുണ്ട്. എന്തായാലും എനിക്ക് വിജയകുമാറിനോട് പറയാനുള്ളത്, ഫിയോക്കിൻ്റെ തലപ്പത്തിരുന്നോട് ഇങ്ങനത്തെ തറ കളികൾ കളിക്കരുത് വിജയകുമാറെ. ഇത് വെറും തറയാണ്.
അത്തരം കളികൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. നിർമ്മാണ സംഘടനയുടെയും വിതരണ സംഘടനയുടെയും വൈസ് പ്രസിഡൻ്റാണ് സിയാദ് കോക്കർ. സിയാദ് പറയുന്നത്, ഒരു സമരം തുടങ്ങിയാൽ ആ സമരത്തോടെ എല്ലാം നിശ്ചലമാകണം. അദ്ദേഹത്തിന് പാരമ്പര്യമുണ്ട് പറയാൻ. 3 വെള്ളിയാഴ്ച അല്ല സിയാദ് കോക്കർ സിനിമയിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഒരു നേതാവായിട്ടും 3 വെള്ളിയാഴ്ച ആയതല്ല. വർഷങ്ങളായി പല പോസ്റ്റിലും ഇരുന്ന് വന്ന മനുഷ്യനാണ് സിയാദ് കോക്കർ. നിർമ്മാതാക്കൾ സമരം ചെയ്താൽ നിർമ്മാതാക്കളെ വിളിച്ചു പറയും നിർത്തിക്കുമെന്ന്. ഇപ്പോൾ നിർമ്മാണ സംഘടന സമരം പ്രഖ്യാപിക്കുകയാണ്, അപ്പം തന്നെ ഷൂട്ട് നടക്കുന്നവരെയൊക്കെ ഞങ്ങൾ വിളിച്ചു പറയും പടം നിർത്ത്. നിങ്ങൾ പടം നിർത്തിയാൽ ഇപ്പോൾ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടന്മാരുടെ ഡേറ്റ് ക്ലാഷ് ആവുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, സമരം തീർന്നാൽ ഞങ്ങൾ വാങ്ങിത്തരും ഡേറ്റ് എന്ന് പറയും. അതുപോലെ എന്തുകൊണ്ട് തിയേറ്ററുകാരന്മാർ സമരത്തിന് പോകുമ്പോൾ 23 മുതൽ ഞങ്ങൾ ഇനി ഒരു മലയാള സിനിമയും കളിക്കില്ല എന്ന് പറയാതെ ഗോകുലം ഗോപാലിൻ്റെ ഓടുമെന്ന് കണ്ട ഒരു പടം, മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള പടം കളിക്കാനായിട്ട് 22-ാം തീയതി പ്രഖ്യാപിച്ചിട്ട് 23 ആക്കിയ മോനാണ് ആര്, നമ്മളെ ഈ വിജയകുമാർ. കാശ് കിട്ടുന്ന പടമൊക്കെ ഓടട്ടെ, നമുക്ക് തുട്ടടിക്കേണ്ടതല്ലേ എന്നാണ് അവരുടെ ചിന്ത എന്നാണ് സിയാദ് കോക്കർ പറയുന്നത്. 22-ന് സമരം പ്രഖ്യാപിക്കുക, എന്നിട്ട് 22-ന് മഞ്ഞുമൽ ബോയ്സ് വരും എന്ന് കണ്ടപ്പോൾ എന്നാലത് 23 ആക്കാം എന്ന് തീരുമാനിച്ചു. ഇതൊരു എന്താക്കലാണ് എന്നാണ് സിയാദ് കോക്കർ ചോദിക്കുന്നത്. ഫിയോക്ക് രൂപീകരിക്കുമ്പോൾ വിജയകുമാർ ഇല്ല എന്ന് ഇപ്പോൾ സിയാദ് കോക്കർ പറയുന്നു. സമരത്തിന് പോകാത്തൊരു സംഘടന അങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് സമരത്തിന് പോകാത്തൊരു സംഘടന ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഫിയോക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ വിജയകുമാർ ഇല്ലായിരുന്നു. കാരണം ആ സമയത്ത് വിജയകുമാർ ലിബർട്ടി ബഷീറിൻ്റെ സംഘടനയിലായിരുന്നു. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ചാടി കയറും പോലെയാണ് ഫിയോക്ക് ഉണ്ടായ ശേഷം ചാടി വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർപ്പാക്കണം എന്നാണ് ഫിയോക്ക് രൂപീകരിച്ചപ്പോൾ ദിലീപും ആൻ്റണി പെരുമ്പാവൂരും ഒക്കെ ഉറപ്പിച്ച് പറഞ്ഞത്. എന്നിട്ടോ മലയാള സിനിമ കളിക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പ്രമയുഗവും അന്വേഷിപ്പും കണ്ടെത്തും, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കളി നിർത്തണ്ടേ? അന്തസ്സുണ്ടെങ്കിൽ നിർത്തണം, അഭിമാനമുണ്ടെങ്കിൽ നിർത്തണം. ഒരു നിർമ്മാതാവിൻ്റെ പടം കളിക്കുന്നില്ല, ഞങ്ങളുടെ തീരുമാനം അറിഞ്ഞ ശേഷം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമായിട്ടേ കളിക്കൂ എന്ന് പറയണ്ടേ? പൊളിക്കും. കാരണം അദ്ദേഹം തന്നെ പറയുന്നത്, സിയാദ് കോക്കർ തന്നെ പറയുന്ന ഭാഷയിൽ തന്നെ പറയാം, ചക്കച്ചുള പോലെ കാശ് കിട്ടുന്നതല്ലേ, സമരം ഒരു വഴിക്ക് നടക്കട്ടെ, പ്രദർശനം വേറൊരു വഴിക്ക് നടക്കട്ടെ എന്നാണ് ഫിയോക്ക് തീരുമാനിച്ചിരിക്കുന്നത്. നിർമ്മാണ സംഘടന കാരണം നിർമ്മാതാക്കൾ പൊറുതി മുട്ടുന്നു, അവരുടെ സിനിമകൾ അങ്ങനെ പൊറുതി മുട്ടുന്നവരുടെ സിനിമകൾ ഞങ്ങൾ കളിക്കും എന്നാണ് വിജയകുമാർ പറയുന്നത്. ഇതൊക്കെ ചുമ്മാ അടിക്കാനേ കൊള്ളാം, ഇതൊന്നും കേരളത്തിൽ കച്ചവടം ക്ലച്ച് പിടിക്കില്ല എൻ്റെ പൊന്ന് വിജയകുമാറെ. ഈ നിർമ്മാണ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരാരൊക്കെ? ആൻഡോ ജോസഫ് മലയാള സിനിമയിലെ ഏതെങ്കിലും ഒരു നിർമ്മാതാവിനെന്ന് വേണ്ട, സിനിമയിലുള്ള ഏതെങ്കിലും ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്ന ആളാണെന്ന് വിജയകുമാറിന് പറയാമോ? ലിസ്റ്റർ സ്റ്റീവൻ അങ്ങനെ ചെയ്യുന്ന ആളാണോ? ബി രാകേഷ് അങ്ങനെ ചെയ്യുന്ന ആളാണോ? നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയണേ? സിയാദ് കോക്കർ അങ്ങനെ ചെയ്യുന്ന ആളാണോ? സുരേഷ് കുമാർ അങ്ങനെ ചെയ്യുന്ന ആളാണോ? നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത് വിജയകുമാറെ? നിർമ്മാണ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ കാരണം, അവരുടെ ഗതികെട്ട ഭരണം കാരണം നിർമ്മാതാക്കൾ പൊറുതി മുട്ടിയിരിക്കുന്നു എന്നാണ് വിജയകുമാർ പറയുന്നത്. അതുപോലെ അദ്ദേഹം പറയാണ്, ഈ സമരം എന്ന് പറയുന്നത് യുദ്ധമാണെന്ന്. യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ യുദ്ധതന്ത്രങ്ങൾ ഉണ്ടാകും, ചിലരെ ഞങ്ങൾ കരുവാക്കും. നിങ്ങൾ പത്രക്കാരെ മൊത്തം വിളിച്ച് വിഡ്ഢികളാക്കണ്ട എന്ന് വിചാരിച്ചാണ് ഒരുത്തനെ വിളിച്ച് വിഡ്ഢിയാക്കിയതെന്ന് അദ്ദേഹം പറയുന്നു. ആ എറണാകുളത്തുള്ള യൂട്യൂബറെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാനും ഈ യൂട്യൂബർ അളിയനുമാണെന്ന്. ആ യൂട്യൂബർക്കൊക്കെ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ താൻ എന്ത് പുല്ലടോ പറയുന്നതെന്ന് ചോദിക്കണ്ടേ? എന്നെ വിഡ്ഢി എന്ന് വിളിക്കാൻ താൻ ആരടോ? താനല്ലടോ പമ്പര വിഡ്ഢി എന്ന് ചോദിക്കണ്ടേ? അവൻ അതൊരു അവാർഡായിട്ട് എടുത്തു. എന്നെ വിഡ്ഢി എന്ന് വിളിച്ചല്ലോ വിജയകുമാർ. വിജയകുമാർ ഒരു പ്രശ്നമില്ലാതെ പറയുന്നത്, യുദ്ധത്തിൽ ഞങ്ങൾ ചില തന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കും, ചിലരെ ഞങ്ങൾ കരുവാക്കും. അതായത് ഈ യൂട്യൂബറെ ഞങ്ങൾ കരുവാക്കിയതാണ്, നിങ്ങൾ പത്രക്കാരെ മൊത്തം വിളിച്ച് വിഡ്ഢികളാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പമ്പര വിഡ്ഢിയെ വിളിച്ച് ഞങ്ങൾ വിഡ്ഢിയാക്കി എന്നാണ് പറയുന്നത്. 22, 23 ആക്കിയത് ഒരു തന്ത്രമാണ് എന്നാണ് പറയുന്നത്. തന്ത്രമല്ല, അത് ഇരട്ടത്താപ്പാണ്. മഞ്ഞുമൽ ബോയ്സും കൂടെ കളിച്ച് അതിൽ നിന്നും കൂടെ വല്ലതും കിട്ടുമെങ്കിൽ നമുക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ കളിച്ചാണ്. അല്ല, അത് തന്ത്രമൊന്നുമല്ല, നിങ്ങളുടെ ഗതികേടാണെന്ന് ഞാൻ പറയും, ഇരട്ടത്താപ്പാണെന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ പൈസയോടുള്ള ആക്രാന്തമാണെന്ന് ഞാൻ പറയും. 22-ന് റിലീസാകുന്ന പടം രക്ഷപ്പെടട്ടെ എന്ന് കരുതിയത്രേ. എന്തൊരു വിശാല മനസ്കരെന്ന് പറയും ഈ ഫിയോക്കിൻ്റെ തലപ്പത്തിരിക്കുന്ന വിജയകുമാർ അടക്കമുള്ളവർ. അവർ വിചാരിച്ചെന്ന്. കാരണം ഗോകുലം ഗോപാലിന് റേഷൻ വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അയാൾക്ക് അരിയും പഞ്ചാരയും മണ്ണെണ്ണയൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ ഈ മഞ്ഞുമൽ ബോയ്സ് കളിച്ചു കൊടുത്തതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അതും കളിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരം വിഡ്ഢി വർദ്ധാനങ്ങളൊന്നും ആരും മുഖവിലയ്ക്ക് എടുക്കില്ല വിജയകുമാറെ. സ്ഥിരമായി പടമെടുക്കുന്നവരെ സഹായിക്കാനല്ല നിർമ്മാതാക്കളുടെ സംഘടന. 15 പ്രൊഡ്യൂസർമാരും വിതരണക്കാരും ഫിയോക്ക് വിജയകുമാറിനെ വിളിച്ചിട്ട് പറഞ്ഞത്രേ യവന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയെന്ന്. സിയാദ് കോക്കറിന്
23 ക്രിമിനൽ കേസുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾക്ക് എന്ത് ഹീറോയിസം എന്നാണ് ചോദിക്കുന്നത്. എന്ത് സവിശേഷതയാണ് കോക്കറിനുള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഞാൻ കേൾക്കട്ടെ, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എത്ര കേസ് കാണും? കേരളം ഭരിക്കുന്ന മന്ത്രിമാരിലെ ശിവൻകുട്ടി അടക്കം എത്ര പേർക്ക് കേസുണ്ട്? അവരൊക്കെ ഹീറോ ആണ് മിസ്റ്റർ വിജയകുമാർ. നിങ്ങൾക്ക് തോന്നുന്നതാണ് സിയാദ് കോക്കറിനെ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊച്ചാക്കിയാൽ ഈ സമരം പൊളിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമരം വിജയിപ്പിക്കാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതാണ്. അത് മലർന്നു കിടന്ന് തുപ്പും പോലെയാണെന്നേ ഞാൻ വിജയകുമാറിനോട് പറയുള്ളൂ. കാരണം സിയാദ് കോക്കറിന് കേസുണ്ടാവും, സിയാദ് കോക്കറിന് മാത്രമാണ് കേസ്. ഇപ്പം ഞാൻ കേൾക്കട്ടെ, എൻ്റെ നല്ല പ്രായത്തിലൊന്നും ഒരു വാദിയായോ പ്രതിയായോ ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. ഞാനിപ്പോൾ കമൽ ബുദ്ധിപൂർവ്വം കളിച്ചൊരു പോക്സോ കേസിൽ എന്നെ പ്രതിയാക്കി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പ്രതിയാക്കി. കമൽ തന്നെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ഒരു കേസിലെ പ്രതിയായിട്ട് ഞാൻ ആറ്റിങ്ങൽ കോടതിയിൽ പോകുന്നു. പിന്നെ ADGP സന്ധ്യ പോലീസുകാരുടെ കൃത്യനിർവഹണത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞ് അങ്കമാലി കോടതി ഞാൻ കയറി ഇറങ്ങുന്നു. ഞാൻ എത്രയോ കേസിന് എവിടെയെല്ലാം പോകുന്നു. ഞാനൊരു പോക്സോ കേസ് പ്രതിയാണെന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു നാണക്കേടുമില്ല. കാരണം എന്താ പറയുക, ഞാൻ ജീവിതത്തിൽ സത്യസന്ധനായി ജീവിക്കുന്ന ഒരാളാണ്. കേസുകൾ വരും, ഇതുപോലുള്ള വഴിപാട് കേസുകൾ ഒരുപാട് വരും. ആ കേസുകളൊക്കെ ഏത് വഴിയെ പോകുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ കേസിൽ പെടുന്നവരെല്ലാം നിലവാരമില്ലാത്തവരാണ്, നിലവാരം കുറഞ്ഞവരാണ് എന്നാണ് നിങ്ങളുടെ പക്ഷമെങ്കിൽ സഖാവ് പിണറായി വിജയനെ അടക്കം ഇപ്പോൾ കേരളം ഭരിക്കുന്ന മന്ത്രിമാർ, ഷംസീർ അടക്കം, സ്പീക്കർ ഷംസീർ അടക്കം എത്ര പേരെ നിങ്ങൾ നിലവാരമില്ലാതെ കാണേണ്ടി വരും. ഇതൊക്കെ എന്താ പറയുക, വളരെ മോശമാണ് എന്നാണ് എനിക്ക് വിജയകുമാറിനോട് പറയാനുള്ളത്. കാരണം സിയാദ് കോക്കറിനെ പോലെ ഒരു വലിയ കുടുംബത്തിൽ പറന്ന് നിങ്ങളുടെ ഈ എന്താ പറയുക, അഞ്ചലിലുള്ള തിയേറ്ററിനേക്കാളും മനോഹരമായ എറണാകുളം സിറ്റിയിൽ തിയേറ്ററുകൾ നടത്തിയിരുന്ന എണ്ണം പറയാവുന്ന കുറേ സിനിമകളുടെ നല്ല നിർമ്മാതാവല്ലേ അദ്ദേഹം. ഇപ്പം സന്മനസ്സുള്ളവർക്ക് സമാധാനം, രേവതിക്കൊരു പാവക്കുട്ടി, പട്ടണപ്രവേശം, സമ്മർ ഇൻ ബത്ലഹേം, കനൽക്കാറ്റ്, ഒരു മറുവത്തൂർ കനവ്, കൂടും തേടി, അപൂർവരാഗം, ദേവദൂതൻ, മഴവിൽ കാവടി, അദ്ദേഹം എന്ന ഇദ്ദേഹം, 1001, സത്യശിവസുന്ദരം തുടങ്ങി 40 വർഷക്കാലം കൊണ്ട് എത്രയോ നല്ല സിനിമകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും തിയേറ്റർ മുതലാളിയുമായിരുന്ന സിയാദ് കോക്കറിനെയാണ് ഞാൻ പത്രക്കാരുടെ മുന്നിൽ ക്രിമിനൽ എന്ന് വിളിച്ചതെന്നുള്ള ബോധം വിജയകുമാറിന് എന്നും ഉണ്ടാകണം. കാരണം ഭാവിയിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ആവശ്യം വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് സവിശേഷതയാണ് കോക്കറിനുള്ളതെന്ന് വിജയകുമാർ ചോദിക്കുന്നു. വിജയകുമാറിനേക്കാളും 1000 ഇരട്ടി സവിശേഷത സിയാദ് കോക്കറിനുണ്ട്. അത് നിങ്ങൾ സിനിമാ സമൂഹത്തോട് ചോദിക്കൂ. സിയാദ് കോക്കർ ആരാണ്, സിയാദ് കോക്കർ എന്താണ് എന്നുള്ളത് അവർ പറഞ്ഞു തരും. സവിശേഷത അളക്കാനുള്ള സ്കെയിലൊന്നും, സിയാദ് കോക്കറിനെ അളക്കാനുള്ള സ്കെയിലൊന്നും വിജയകുമാറിൻ്റെ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ചേംബറിൽ നിങ്ങൾ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ, വിജയകുമാർ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ കോക്കർ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് അയാൾ മാന്യനായിരുന്നോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് കോക്കറിന് തട്ടിപ്പ് കേസിലെ പ്രതിയായതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പ്രൊഡ്യൂസർ അസോസിയേഷനിൽ കോക്കറിനെ പുറത്ത് കളയാത്തത് എന്താ എന്ന് ചോദിച്ചാൽ അതിന് വിജയകുമാറിന് മറുപടിയില്ല. അത് അവരെ നിലവാരം അനുസരിച്ച് എന്നായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത്. 6 പേരുടെ കമ്പനിയുടെ പ്രൊവൈഡർ കമ്പനിയാണ് അത്ര, 6 പേർ ചേർന്ന് രൂപീകരിച്ച കമ്പനിയുടെ പ്രൊവൈഡർ കമ്പനിയാണ് അത്ര PDC. 6 പേരുടെ പേര് ചോദിച്ചാൽ പറയില്ല എന്ന്. എന്താ പറഞ്ഞാൽ തല വെട്ടിക്കളയോ? പറയൂ. നിങ്ങൾക്കറിയാവുന്ന ആളുകളായിട്ടാണ് നിങ്ങൾ പറയുന്നത്. 6 അല്ലെന്നേ, 8 പേരുണ്ട്. അത് കമ്പനി അല്ല, അത് ബിനാമി, പൈസ അടിക്കാനുള്ള ഒരു ബിനാമി തട്ടിക്കൂട്ട് കമ്പനി എന്നാണ് വിജയകുമാർ പറയുന്നത്. സംഘടനാ ഭാരവാഹികളായതുകൊണ്ട് ഞാൻ അവരുടെ പേരുകൾ പറയില്ല എന്നാണ് പറയുന്നത്. 6 പേരുടേതാണോ ആ കമ്പനി, അതോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആണോ കമ്പനി എന്ന് വിജയകുമാർ ഇനിയെങ്കിലും പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ തെളിവുണ്ടെന്നാണ് പറഞ്ഞത്. പേര് അദ്ദേഹം പറയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ തെളിവുണ്ട്, രേഖയുണ്ടെന്ന് പണ്ട് ശങ്കരാടി ഏതോ പടത്തിൽ പറഞ്ഞതുപോലെ എല്ലാ തെളിവും അദ്ദേഹത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒന്നും അദ്ദേഹം പുറത്ത് വിടില്ല. ഇപ്പോൾ ലിസ്റ്റർ സ്റ്റീഫൻ, അല്ലെങ്കിൽ ആൻഡോ ജോസഫ്, B രാകേഷ്, സന്ദീപ് സേനൻ, സിയാദ് കോക്കർ, രജപുത്ര രഞ്ജിത്ത്, അനിൽ തോമസ്, സുരേഷ് കുമാർ, ഇത്രയും പേരാണ് ആ കമ്പനിയിലുള്ളത്. പക്ഷേ അദ്ദേഹം പറയുന്നത് അയ്യോ ഞാൻ അവരുടെ പേരൊന്നും പറയില്ല, വളരെ രഹസ്യമായിട്ട് എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വച്ചുകൊണ്ടിരിക്കുന്നതാണ് പുള്ളി പറയുന്നത്. അതുപോലെ അദ്ദേഹം ഇവിടെ 2Kയും 4Kയും 8Kയും ഒക്കെ വന്നിരിക്കുന്ന കാലത്ത് 1K പ്രൊജക്ടർ വെച്ചേ കളിക്കൂ എന്ന് വാശി പിടിക്കുന്നുള്ളൂ. അതായത് സ്ക്രീനിൽ ഒരു പര കാണിക്കാം. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് വിജയകുമാറേ. ഇപ്പം നല്ല ശബ്ദവും നല്ല സീറ്റും നല്ല അന്തരീക്ഷവും നല്ല സ്ക്രീനിങ്ങും ഉള്ളിടത്തെ ആളുകൾ കയറൂ. നിങ്ങൾ 1K വെച്ചേ കളിക്കൂ എന്ന് പറയാതെ, അത് ഹോം തിയേറ്ററിൽ ഇത്തിരി കാശൊക്കെ ഉള്ളവർ, ഒരു 10,000, 50,000, 1,00,000 മുടക്കാൻ കഴിയുന്നവർക്ക് വീട്ടിൽ വെച്ച് കാണാനുള്ളതാണ് ഈ 1K എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെ എടുത്ത് വെച്ച് ഞങ്ങൾ കളിക്കൂ, അതിൽ കൂടിയൊന്നും ഞങ്ങൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് കണ്ടാൽ മതി എന്ന് പറയുന്ന കാലമൊക്കെ മാറി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് പയ്യന്നൂരിലെ തിയേറ്ററിന് പ്രൊജക്ടർ വാങ്ങാൻ പറയുന്നു.
പിന്നെ തിയേറ്ററിന് പ്രൊജക്ടർ വാങ്ങണ്ടേ? ഞാൻ മെനങ്ങാനത്തെ പ്രോഗ്രാമിൽ ചോദിച്ചതുപോലെ ഒരു ബാർബർ ഷോപ്പ് നടത്തണമെങ്കിൽ കത്തിയും ചീപ്പും കുറച്ച് സോപ്പും ഒക്കെ വാങ്ങട്ടെ. അല്ല, ഒരു തുന്നൽ കടയാണെന്ന് വെച്ചോ, ഒരു തയ്യൽ മെഷീനും തുണി വെട്ടാനുള്ള ഒരു കത്തിരിയും വാങ്ങട്ടെ. ഇദ്ദേഹം പറയുന്നത് പയ്യന്നൂരിലെ ഒരു പുതിയ തിയേറ്റർ വരുന്നു, ആ തിയേറ്ററിൻ്റെ പ്രൊജക്ടർ വാങ്ങാൻ പറഞ്ഞു ആര്? പ്രൊഡ്യൂസേഴ്സ്. എന്തൊരു നാണക്കേടെന്നാലും ചോദിക്കേ. പിന്നെ അവരുടെ ഹാള് കെട്ടിയിട്ട് കല്യാണ മണ്ഡപത്തിന് കെട്ടുമ്പോൾ ഒരു ഹാള് കെട്ടിയിടാനാണ് പറഞ്ഞത്. എന്നിട്ട് പ്രൊജക്ടർ വാടകയ്ക്ക് എടുത്ത് വെച്ചിട്ട് നിർമ്മാതാവ് കൊടുക്കണമെന്ന്. പിന്നെ ഈ തിയേറ്റർ മുതലാളി എന്ന് പറഞ്ഞ് നടക്കണമെന്ന് എന്താ ജോലി? ഇപ്പോൾ ചോദിക്കുന്നുണ്ടില്ലേ, 60% പടം റിലീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ കോർപ്പറേഷൻ്റെ ടാക്സ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ എത്രയുണ്ടോ അതിൻ്റെ 60% ഞങ്ങൾക്ക് കയറണമെന്ന്. ഏത് പ്രൊജക്ടർ പോലും വാങ്ങാത്തവന് കൊടുക്കണമെന്നാണ് പറയണേ. അതുപോലെ കൽപ്പറ്റയിൽ 3 സ്ക്രീനായപ്പോൾ പടം കൊടുക്കുന്നില്ല, കൊടുക്കൂല. ഒരു തിയേറ്ററിൽ നിങ്ങളിപ്പോൾ വച്ചിരിക്കുന്ന പ്രൊജക്ടർ അച്ഛൻ്റെ കാലത്ത് വെച്ച പ്രൊജക്ടറാണെന്ന് വെച്ചോ, അത് വെച്ച് തന്നെ കളിച്ചോ. പക്ഷേ നിങ്ങൾ പുതിയൊരു തിയേറ്റർ കെട്ടുകയാണെങ്കിൽ നിങ്ങൾ പുതിയ പ്രൊജക്ടർ വയ്ക്കണം. അവർ പറയുന്ന അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊജക്ടർ വയ്ക്കണമെന്ന് പറഞ്ഞാൽ ഈ കൽപ്പറ്റയിലുള്ള 3 തിയേറ്റർ എന്ന് പറയുന്നതിൻ്റെ 2 എണ്ണം പുതിയതാണെങ്കിൽ ആ 2 എണ്ണത്തിൽ പുതിയ പ്രൊജക്ടർ വയ്ക്കണം. വയ്ക്കില്ല എന്നാണ് പറയണേ. അതുപോലെ പാരിപ്പള്ളിയിൽ VPF വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. നവീകരണം നടക്കുന്ന തിയേറ്ററുകൾക്ക് പ്രൊജക്ടർ നൽകുന്നില്ല അല്ലെങ്കിൽ വയ്ക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പ്രൊജക്ടർ ആര് വയ്ക്കണം? തിയേറ്റർ മുതലാളി വയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തിയേറ്റർ മുതലാളി എന്ന് പറയരുത്, കല്യാണ മണ്ഡപം മുതലാളി എന്ന് പറയണം. 1K പ്രൊജക്ടർ വെച്ച് ഞങ്ങൾ കളിക്കൂ എന്നാണ് അദ്ദേഹം വാശി പിടിക്കുന്നത്. 2Kയും 4Kയും ഒന്നും വയ്ക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. 65 തിയേറ്ററുകളിൽ ഇപ്പോൾ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ PDC കമ്പനിയുടെ സെർവറാണ് വച്ചിരിക്കുന്നത്. അത് ഭീഷണിപ്പെടുത്തി വച്ചു എന്നാണ് പറയുന്നത്. മാളുകളെപ്പോലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭീഷണിപ്പെടുത്തിയതിൻ്റെ കത്തുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കത്തുകൾ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അല്ലല്ലോ, പത്രസമ്മേളനത്തിൽ കാണിക്കേണ്ടത്. ഇതാ ഈ തിയേറ്ററുകാരനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭീഷണിപ്പെടുത്തിയതിൻ്റെ കത്ത് ഇതായിരിക്കുന്നു എന്ന് പറയണ്ടേ. അതിന് വരെ കത്തുകൾ വരുമെന്ന്. ഫിലിം ചേംബർ പ്രസിഡൻ്റായി ഞാനിരുന്നപ്പോഴാണ് ഇത് ഫണ്ട് റൈസ് ചെയ്ത് കൊടുത്തത്. അത് ഈ PDC കമ്പനി ഉണ്ടാക്കാനുള്ള ഫണ്ട് ഞാനാണ് റൈസ് ചെയ്ത് കൊടുത്തതെന്ന് ഫിയോക്കിൻ്റെ വിജയകുമാർ പറയുന്നു. പിന്നെ അത് ഞങ്ങൾക്ക് പാരയാവുമെന്ന് കേട്ടപ്പോഴാണ് അതിൽ നിന്ന് ഞാൻ മാറിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പടം തന്നാൽ കളിക്കും, സംഘടനകളെ കണക്കാക്കില്ല ഇനി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയുന്നത് മലയാളം എന്താ പറയുക, ഫിലിം ചേംബർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലെ വിവിധ സംഘടനകളിലൊന്നായ ഫിയോക്ക് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വകവയ്ക്കില്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സാങ്ഷൻ ഇല്ലാതെ വരുന്ന നിർമ്മാതാക്കളെ ഞങ്ങൾ കൂടെ കൂട്ടുമെന്ന് പറയുകയാണെങ്കിൽ ചേംബറിൽ നിന്ന് അവരെ പുറത്താക്കണ്ടേ ഈ ഫിയോക്കിനെ? പരസ്യമായിട്ടല്ലേ ഈ വിജയകുമാർ പറയുന്നത്? പടം തന്നാൽ ഞങ്ങൾ കളിക്കും, സംഘടനകളെ കണക്കാക്കില്ല എന്ന് പറയുമ്പോൾ നീ ചേംബറിലിരിക്കാൻ യോഗ്യനല്ല, അതുകൊണ്ട് നിൻ്റെ ഫിയോക്കിനെ ഞങ്ങൾ പുറത്താക്കുമെന്ന് പറയണ്ടേ? അങ്ങനെ ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് ചേംബറിൽ നിന്ന് തന്നെ ഫിയോക്കിനെ പുറത്താക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമരം പ്രഖ്യാപിച്ചിട്ട് ചർച്ച വേണ്ട എന്നാണ് സിയാദ് ഖോക്കർ പറയുന്നത്. അത് ശരിയാണല്ലോ. ഒരു സമരം ഞങ്ങൾ 10-ാം തീയതി മുതൽ സമരം തുടങ്ങുകയാണ്. അല്ലെങ്കിൽ ഇതാ ഇപ്പോൾ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് 22-ാം തീയതി ഞങ്ങൾ സമരം തുടങ്ങുകയാണ്. സമരത്തിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇതിനിടയിൽ അണ്ടരഞ്ജന ചർച്ചകളുണ്ടെങ്കിൽ പറയൂ എന്ന് പറയണ്ടേ? ആ ചർച്ച പൊളിഞ്ഞാലല്ലേ സമരം നടത്താൻ. ഇത് സമരം നടത്താൻ പ്രഖ്യാപിച്ച് സമരം തുടങ്ങിയിട്ട് പറയുകയാണ് നമുക്ക് ചർച്ച ചെയ്യാമെന്ന്. അങ്ങനത്തെ ഒരു ചർച്ച വേണ്ട എന്നാണ് സിയാദ് ഖോക്കർ പറയുന്നത്. നൊയമ്പ് വരുന്നതിനാൽ സമരമാകാമെന്നാണ് എക്സിബിറ്റേഴ്സ് കരുതുന്നത്. കാരണം നൊയമ്പ് കാലത്ത് വടക്കൻ മലബാറിൽ തിയേറ്ററിൽ കളക്ഷൻ കുറവാണല്ലോ. ആ സമയം നോക്കി നമുക്ക് തിയേറ്റർ മുതലാളിമാർക്ക് പൈസ കിട്ടാത്ത സമയം നോക്കി നമുക്ക് സമരം നടത്താമെന്നാണ് അദ്ദേഹം ചിന്തിച്ചതെന്നാണ് ഖോക്കർ പറയുന്നത്. ബസ്സിൽ ചാടിക്കയറും പോലെ സംഘടന മുന്നിലെത്തിയപ്പോൾ ലിബർട്ടിയുടെ സംഘടനയിൽ നിന്നും ഫിയോക്കിൽ ചാടിക്കയറിയ ആളാണ് വിജയകുമാർ. അത് ചരിത്രവും സത്യവുമാണ്. അല്ല എന്ന് വിജയകുമാർ പറയട്ടെ. പ്രൊജക്ടർ വേണ്ട, സെർവർ വേണം. അതാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. നിങ്ങൾ പ്രൊജക്ടർ ഏത് വേണോ വെച്ചോ, പക്ഷേ അതിൻ്റെ സെർവർ ഞങ്ങൾ പറയുന്നത് വെക്കണം. കാരണം PDCയുടെ മാസ്റ്റർ കണ്ടൻറ്റ് യൂണിറ്റിൽ നിന്ന് കോപ്പി എടുക്കുന്നത് ഉപയോഗിക്കാൻ പറ്റുന്ന സെർവർ വയ്ക്കണമെന്നാണ് അവർ പറഞ്ഞത്. വളരെ സിമ്പിളായ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇവർ പ്രൊജക്ടർ മുതൽ എല്ലാം എടുത്തിട്ടാണ് അലക്കുന്നത്. രഹസ്യ എന്താ പറയുക, സൈഡ് ബിസിനസ് പാടില്ല എന്നാണ് വിജയകുമാർ പറയുന്നത്. പക്ഷേ ഖോക്കർ പറയുന്നത് ഒരു രഹസ്യ ബിസിനസ്സും ഞങ്ങൾക്കില്ല, അബദ്ധങ്ങൾ എഴുന്നള്ളിക്കാതിരിക്കുന്നതാണ് വിജയകുമാറിന് നല്ലതെന്നും ഖോക്കർ പറയുന്നു. ആരോടും പറയാതെ എഴുതാതെ ഫിയോക്ക് സമരം തുടങ്ങി. ഇനി കത്ത് തന്നാലും ഞങ്ങൾ ആ കത്ത് വേസ്റ്റ് ബോക്സിലിടും എന്നാണ് സിയാദ് ഖോക്കർ പറയുന്നത്. വളരെ അചഞ്ചലനായാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞങ്ങളോട് ആരോടും ഒരു അക്ഷരം സംസാരിക്കാതെ, ഞങ്ങൾക്കൊരു ലെറ്റർ തരാതെ സമരം തുടങ്ങിയ ശേഷം ഇനി കത്ത് തന്നാൽ അത് വേസ്റ്റ് ബോക്സിലിടും എന്നാണ് ആണത്വമുള്ള സിയാദ് ഖോക്കർ പറയുന്നത്. വൈഡ് റിലീസ് മാറ്റണമെന്ന് ഞങ്ങൾ കുറേ കാലമായി പ്രൊഡ്യൂസേഴ്സ് ആലോചിക്കുന്നു. ഈ സമയം നല്ലതാണ്. കാരണം വൈഡ് റിലീസ് വേണ്ടല്ലോ. ഫിയോക്കിൻ്റെ തിയേറ്ററിൽ കളിക്കാതെ ബാക്കി തിയേറ്ററിൽ മാത്രം കളിച്ചാൽ മതിയല്ലോ. വൈഡ് റിലീസ് മാറി ചെറുതാവുമല്ലോ. എന്നിട്ട് പണി എളുപ്പമാവുമെന്നാണ് സിയാദ് ഖോക്കർ പറയുന്നത്. തിയേറ്റർ തുറക്കുന്നവരെ ഞങ്ങൾ സ്നേഹിക്കും.
OTT ബിസിനസ് അതാത് കമ്പനികൾ പറയുന്നത് പോലെ കൊടുക്കാൻ പറ്റും. അതാണ് സത്യം. ഇപ്പോൾ എന്താ പറയുക, ഏഷ്യാനെറ്റിൻ്റെ OTTയിൽ കാണിക്കാനായിട്ട് അവരെടുക്കാമെന്ന് പറഞ്ഞാൽ അവർ ചില ടേംസ് ആൻഡ് കണ്ടീഷൻ വയ്ക്കും. നിങ്ങളുടെ ഈ പടം തിയേറ്ററിൽ കളിച്ചു തുടങ്ങി 15 ദിവസത്തിനും തന്നാൽ ഞങ്ങൾ ഇത്ര കോടി തരാം. 20 ദിവസം കഴിഞ്ഞ് തരാണെങ്കിൽ അതിൻ്റെ 5 കോടി കുറയും. 30 ദിവസം കഴിഞ്ഞാണെങ്കിൽ അതിൻ്റെ 10 കോടി കുറയും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കെട്ടുതാലി വരെ വിറ്റ് സിനിമ എടുക്കുന്ന എന്നെപ്പോലൊരു പ്രൊഡ്യൂസറാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ കിട്ടുന്ന 15 കോടി കിട്ടുമെങ്കിൽ ഞാൻ അതിനല്ലേ കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് കാരണം OTT എടുക്കുന്ന ഓരോരോ കമ്പനികൾ വയ്ക്കുന്ന നിബന്ധനകൾ അനുസരിച്ച് സിനിമ വിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ തിയേറ്ററിൽ ഒരു കാര്യം ചെയ്യണം, തിയേറ്ററുകാർ ഒരു കാര്യം ചെയ്യും, OTTക്ക് കൊടുക്കണ്ട. നിങ്ങളിപ്പോൾ പടത്തിന് മുടക്കിയത് 10 കോടിയോ, ആ 10 കോടി രൂപ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് കളിച്ച് തരാമെന്ന് പറ. അത് കഴിഞ്ഞ് OTT കൊടുക്കട്ടെ, 1 വർഷം കഴിഞ്ഞാറ്റോ കൊടുക്കട്ടെ. പക്ഷേ നിങ്ങൾ 10 കോടി രൂപ ചിലവാക്കിയതിന് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് പിരിച്ചു തരാം, സിനിമ കളിച്ച് തന്നെ നിങ്ങൾക്ക് മാറ്റിത്തരാമെന്ന് പറയുമോ? പൊളിക്കും. എങ്ങനെ 3 ദിവസം ആകുമ്പോൾ അല്പം ആൾ കുറയുമ്പം ചാടിച്ച് കളഞ്ഞിട്ട് അടുത്ത പടം കയറ്റാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവന്മാർ ഈ പ്രൊഡ്യൂസറുടെ ഈ ഇത്തരം വിഷമങ്ങൾ അറിയുമോ? ഒരിക്കലും അറിയില്ല. ചിലവായ കോസ്റ്റിന് ഞങ്ങൾ തിയേറ്ററിൽ കളിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളതും സമ്മതിക്കാമെന്നാണ് കോക്കർ പറയുന്നത്. 87 ലക്ഷം രൂപ UFOയ്ക്കും ക്യൂബിനും അടക്കം അടച്ചിട്ട് ഒരു പടം ഇപ്പോൾ സൂപ്പർ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയ്ക്ക് ഇതുവരെ 87 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞു. ഈ സർവർ വയ്ക്കാത്ത PDCയുടെ സർവർ വയ്ക്കാത്ത തിയേറ്ററിൽ ചിലവാക്കി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. 70 സ്ക്രീനുകളുള്ളപ്പോൾ 70 സ്ക്രീൻ ഇപ്പോൾ ഉണ്ട്. അത് 100 സ്ക്രീനായാൽ 5.5 ലക്ഷം രൂപയെ ചിലവ് വരൂ. കാരണം ഈ 87 ലക്ഷം ചിലവാക്കിയ ആളിന് ഈ നിർമ്മാതാക്കളുടെ PDC വച്ചാൽ അത് വെറും 5.5 ലക്ഷം രൂപ കൊണ്ട് കളിക്കാൻ കഴിയും. പ്രൊജക്ടറും സെർവറും വേണം. അഡീഷണൽ തിയേറ്ററുകൾ പണിഞ്ഞാൽ PDC മാസ്റ്ററിങ് കളിക്കാൻ വേണ്ട സെർവർ വയ്ക്കണം. അതിൽ ഇനി മാറ്റമില്ല എന്നൊരു തീരുമാനം. 18,500 രൂപ ആഴ്ച തോറും ഒരു തിയേറ്ററിന് അടയ്ക്കുന്നതിന് പകരം 5,500 രൂപ അടച്ചാൽ 100 ദിവസം വേണമെങ്കിലും കളിക്കാമെന്ന് പറഞ്ഞാൽ എന്താണ് ഈ വിജയകുമാറിന് മനസ്സിലാവാത്തതെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. വിവരമില്ലായ്മകൾ പറയരുത് എന്നാണ് സിയാദ് കോക്കർ പറയുന്നത്. കാശടിച്ച് മാറ്റാനാണോ ഔദ്യോഗിക ഭാരവാഹികൾ എന്ന് വിജയകുമാർ പറഞ്ഞത്? വിവരമില്ലായ്മ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കമ്പനി ലോ അനുസരിച്ചാണ് ഉള്ള ഒരു ബോഡിയാണ് PDCയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അസോസിയേഷൻ്റെ ഓഫീസിൽ ബിനാമി കമ്പനി നടത്തുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ബിനാമി കമ്പനി ഞാനിപ്പോൾ ചോദിക്കുന്നത് വിജയകുമാർ പറയുന്ന പോലെ തന്നെ ഇതൊരു ബിനാമി കമ്പനിയാണെന്ന് വെച്ചോളൂ. അങ്ങനെ ഒരു കമ്പനി പറയുകയാണ് ഇപ്പോൾ 18,500 രൂപ കൊടുക്കുന്നതിന് വരെ നിങ്ങൾക്ക് 5,500 രൂപയ്ക്ക് ഞങ്ങൾ കളിച്ചു തരാമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നില്ല, എന്താ തെറ്റ്? ഇതൊരു ബിനാമി കമ്പനിയാണെന്ന് വെച്ചോ. വാദത്തിന് വേണ്ടി, വിജയകുമാറിൻ്റെ സമാധാനത്തിന് വേണ്ടി ഈ പറയുന്ന UFO അടക്കമുള്ളവർ, ക്യൂബ് അടക്കമുള്ളവർ 18,500 രൂപ ഒരാഴ്ചത്തേക്ക് വാങ്ങിക്കുമ്പോൾ ഈ ബിനാമി കമ്പനിയായ ഞങ്ങൾ 5,500 രൂപയ്ക്ക് 100 ദിവസം വേണമെങ്കിലും കളിച്ചു തരാമെന്ന് പറഞ്ഞാൽ കൊടുത്താൽ എന്താ പ്രശ്നം? വിജയകുമാർ മറുപടി പറയേണ്ടതല്ലേ? ഞാൻ ബെൻസ് കാർ വാങ്ങും, CC നിങ്ങൾ അടയ്ക്കണം, ഈ നിലപാടാണ് തിയേറ്ററുകാരുടെ എന്നാണ് സിയാദ് കോക്കർ പറയുന്നത്. നല്ല പ്രയോഗമാണ്. ഞാൻ ബെൻസ് കാറിലേ യാത്ര ചെയ്യുള്ളൂ, പക്ഷേ അതിൻ്റെ CC നിങ്ങൾ അടയ്ക്കണമെന്ന് വേറൊരാളിനോട് ചൂണ്ടിക്കാണിക്കുന്ന പോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. തുറക്കുന്ന തിയേറ്ററുകളുമായി ഭാവിയിലും സഹകരിക്കും. ചർച്ചയില്ല. സമരം തുടങ്ങിയവരുമായി ചർച്ചയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. 22-ന് 153 തിയേറ്ററുകളിൽ മഞ്ഞുമൽ ബോയ്സ് കളിക്കുന്നുണ്ട്. അത് തുടരും. അപ്പോൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സെൻട്രൽ പിക്ചേഴ്സിൻ്റെ പടം വരാൻ പോകുന്നു. അനിൽ തോമസിൻ്റെ പടം മാർച്ച് ആദ്യ ആഴ്ച എന്തോ വരാൻ പോകുന്നു. സിയാദ് കോക്കറിൻ്റെ മകൾ പ്രൊഡ്യൂസ് ചെയ്ത പടം വരാൻ പോകുന്നു. പിന്നെ ഈ പറയുന്ന പ്രൊഡ്യൂസർ, ഈ തിയേറ്റർ മുതലാളിമാരുടെ ചെയർമാനായ ദിലീപിൻ്റെ തങ്കമണി വരുന്നുണ്ട് 7-ാം തീയതി. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ മിക്കവാറും കട്ടയും പടവും മടങ്ങും ഫിയോക്കിൻ്റെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിനിമ ഇല്ലാത്തവന്മാരാണ് PDCയുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് വിജയകുമാറിൻ്റെ മറ്റൊരു ആരോപണം. ഞാൻ കേൾക്കട്ടെ, സിനിമ ഇല്ലാത്ത ആളാണോ നമ്മുടെ ആൻഡോ ജോസഫ്, അല്ലെങ്കിൽ സിയാദ് കോക്കർ, അല്ലെങ്കിൽ ലിസ്റ്റൻ സ്റ്റീഫൻ, അല്ലെങ്കിൽ B രാകേഷ്, സന്ദീപ് സേനൻ, സുരേഷ് കുമാർ, രജപുത്ര രഞ്ജിത്ത്, ഇവരിൽ ആർക്കാണ് കുറേ കാലമായിട്ട് സിനിമ എടുക്കാത്ത ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് വിജയകുമാർ പറയണമല്ലോ. ആ ചോദ്യമാണ് നിർമ്മാണ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ രാകേഷ് ചോദിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് വരുമോ? പിറ്റേന്ന് സമരം. എന്നാണോ മഞ്ഞുമൽ ബോയ്സ് വരുന്നത്, അതിൻ്റെ പിറ്റേ ദിവസം മുതൽ സമരമെന്ന് പറഞ്ഞാൽ അതെന്ത് സമരമെന്നും രാകേഷ് ചോദിക്കുന്നു. അന്യഭാഷാ ചിത്രങ്ങൾ കളിക്കുന്നവർ അത് കളിച്ച് പൊയ്ക്കോട്ടെ എന്നാണ് രാകേഷ് പറയുന്നത്. ഇനി മലയാളം കളിക്കണ്ട, അവർ അന്യഭാഷാ സിനിമകൾ ചെയ്താൽ മതി. 1K പ്രൊജക്ടറിൽ നിന്നാണ് സിനിമകളുടെ വ്യാജ പൈറസി ഇറങ്ങുന്നത്. ഹോം തിയേറ്റർ പ്രൊജക്ടർ വെച്ചാണ് പല തിയേറ്ററുകളിലും ഇപ്പോൾ കളിക്കുന്നതെന്നും രാകേഷ് പറയുന്നു.
ക്വാളിറ്റി പ്രൊജക്ഷൻ ഉണ്ടെങ്കിലേ ഇനിയുള്ള കാലം പ്രേക്ഷകനെ കിട്ടൂ. അത് 100% സത്യമാണ്. മൾട്ടിനാഷണൽ കമ്പനികൾക്കായി വിജയകുമാർ സംസാരിക്കുന്നു. PDCയെ പൊളിക്കണം വിജയകുമാറിന്. അത് നടക്കുമെന്ന് തോന്നില്ല വിജയകുമാറെ. വെറുതെ നിങ്ങൾക്ക് കഷ്ടപ്പെടാമെന്നുള്ളതല്ലാതെ ഇനിയിപ്പോൾ PDCയെ പൊളിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കും ദോഷം വരാതെ പ്രൊഡ്യൂസർമാരെ രക്ഷപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ PDC സർവർ വയ്ക്കണമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി എടുത്ത് കൊടുക്കുന്നത് എന്നാണ് രാകേഷ് പറയുന്നത്. നിലവിലുള്ള തിയേറ്ററുകളിൽ ഒരെണ്ണത്തിൽ പോലും നിങ്ങളത് മാറ്റണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പുതിയ തിയേറ്ററുകളിൽ പുതിയ പ്രൊജക്ഷൻ വേണം. ബിനാമി കമ്പനിയാണെങ്കിൽ PDCയെ നിർമ്മാതാക്കൾ നോക്കിക്കൊള്ളും. അതിന് തിയേറ്റർ മുതലാളിയെ ശുപാർശയൊന്നും വേണ്ട എന്നാണ് രാകേഷ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്നത്. 8 പേരുകൾ ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച് നിശ്ചയിച്ചതാണ്. 8 പേരുകൾ അവതരിപ്പിച്ചത്. ഇവരാണ് PDC കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആവാൻ പോകുന്നത്. തർക്കമുണ്ടോ എന്ന് ചോദിച്ച് ഏകകണ്ഠമായി ആ 8 പേരെ അംഗീകരിക്കുകയാണ് ചെയ്തത് 3 വർഷക്കാലത്തേക്ക്. ബോധ്യമുള്ള കാര്യങ്ങൾക്ക് പോലും വിജയകുമാർ കള്ളം പറയുന്നു എന്നാണ് ഒരു മിതഭാഷിയായ രാകേഷ് പറയുന്നത്. ഫിലിം ചേംബർ വിളിച്ചിരിക്കുന്ന മീറ്റിങ്ങിൽ വിജയകുമാറിനൊപ്പം ഇരിക്കില്ല എന്ന് നിർമ്മാതാവായ സുരേഷ് കുമാർ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു കഴിഞ്ഞു. ചില നിർമ്മാതാക്കൾ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് വിജയകുമാറിൻ്റെ അടുത്ത ഭീഷണി. വിജയകുമാറെ, നല്ല ചങ്കൂറ്റുള്ള നട്ടല്ലുറപ്പുള്ളവനാണെങ്കിൽ പറ, ഏത് നിർമ്മാതാവ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ ഏത് തിയേറ്ററിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണ്ടേ? ഇരുട്ടിൽ നിർത്തി അപഖ്യാതി പറയാതെ പേര് പറയണം. അതല്ലേ നല്ല തന്തയ്ക്ക് പറയുന്ന ലക്ഷണം എന്നാണ് ചോദിക്കാനുള്ളത്. നല്ല നട്ടലുറപ്പുള്ള ഒരച്ഛന് പറഞ്ഞ മകനാണെങ്കിൽ ഇന്ന തിയേറ്ററുകാർ ഇങ്ങനെ പരാതി തന്നിട്ടുണ്ട്, അവരെ ഭീഷണിപ്പെടുത്തുന്ന നിർമ്മാതാക്കൾ പറ, ചുണയുണ്ടെങ്കിൽ പറ. തിയേറ്ററുകളുമായി പൂർണ്ണമായി സഹകരിക്കുന്ന നിർമ്മാതാക്കളെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ചേംബറിൽ എഴുതി കൊടു, അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ പരാതി കൊടു. ഞങ്ങളുടെ തിയേറ്റർ മുതലാളിമാരെ ഈ പറയുന്ന PDCയുടെ സർവർ വയ്ക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇതെടുക്കണം, കോപ്പി എടുക്കുന്നത് അവരുടേതാവണമെന്ന് ഭീഷണിപ്പെടുത്തുന്നതെന്ന് പറ. ആൻഡോ ജോസഫും രാകേഷും ലിസ്റ്റൻ ശിവനും ഒക്കെ ചട്ടമ്പിമാരാണോ? അത് പറ. ഏതെങ്കിലും ചുമ്മാ ഈ ഇരുട്ടത്ത് നിന്ന് ഇത്തരം വർത്തമാനങ്ങൾ ചിലരുടെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കരുത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വാക്ക് തെറ്റിച്ച് ഒരു തിയേറ്ററിന് പടം കൊടുത്താൽ അവരുമായി നിസ്സഹകരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു സംഘടന നടത്തിക്കൊണ്ട് പോകുമ്പോഴേ ആ സംഘടനയിൽ അംഗത്വവും വേണം. സംഘടന പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്ന എന്താണോ പറയുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്നവർക്കല്ലേ അതിൽ നിൽക്കാൻ പറ്റൂ. അല്ലാതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റി അതിൻ്റെ അംഗമായി നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്നതിനെതിരെ ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞാൽ എന്താവും? ഒന്നും സംഭവിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിസ്സഹരിക്കുക തന്നെ വേണം. അതല്ലേ ഒരു സംഘടനയുടെ കെട്ടുറപ്പിന് ആവശ്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ ഫിയോക്കിനെ പോലെ ആയിപ്പോകുമെന്ന് ഞാൻ പറയും. ഇപ്പോൾ ഫിയോക്കിൽ എത്ര പേര് ഇപ്പോൾ കളിക്കുമെന്ന് നോക്കിക്കോളൂ. ഈ തങ്കമണിക്ക് ഒന്ന് വന്നോട്ടെ. നിങ്ങളുടെ സമരം എവിടം വരെ പോകുന്നു? പൊളിഞ്ഞും പാളീസാവും വിജയകുമാറേ. നിങ്ങൾ നാണം കെടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ 5 നിങ്ങളുടെ വർഷ തിയേറ്ററിന് പടം കിട്ടാതെ പോകും. അത്രയേ ഉള്ളൂ. ഈ നേതാവിൻ്റെ തിയേറ്ററിൽ ഒരു പടവും കളിക്കേണ്ടെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? കല്യാണ മണ്ഡപമോ ഗോഡൗണോ ആക്കാനേ പറ്റൂ. മലയാള സിനിമ തിയേറ്ററുകൾക്ക് നൽകരുതെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളല്ലേ കളിക്കില്ല, മലയാള സിനിമ കളിക്കില്ല എന്ന് പറഞ്ഞതെന്നാണ് അവർ ചോദിക്കുന്നത്. ഫിയോക്കിൻ്റെ ചെയർമാൻ ദിലീപാണ്. എനിക്കത് അവിടേക്കാണ് ദിലീപിനെ പറ്റി ഞാൻ ആലോചിക്കുന്നത്. ഫിയോക്ക് സമരം തുടങ്ങുന്നതോ ഫിയോക്ക് മലയാള സിനിമ കളിക്കില്ല എന്ന് തീരുമാനിക്കുന്നതോ മലയാളത്തിലെ ഒരു സ്റ്റാർഡമുള്ള നടനായ ഫിയോക്കിൻ്റെ ചെയർമാനായ ദിലീപ് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ദിലീപ് ചോദിക്കുന്നു അങ്ങനെയൊക്കെ തീരുമാനിച്ചെന്ന്. ഒന്നുകിൽ ദിലീപ് ചെയ്യേണ്ടത് ഫിയോക്കിൻ്റെ ചെയർമാൻഷിപ്പ് രാജിവെക്കണം. ഇല്ല, നിങ്ങളാണ് ചെയർമാനെങ്കിൽ ഈ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞവനോ അല്ലെങ്കിൽ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞവനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറയണം, ഞാൻ പിന്നെ എന്തിന് ഇതിൽ ചിരയ്ക്കാനായിരിക്കണമെന്ന് ചോദിക്കണം. എന്നോട് ചോദിക്കാതെ നിങ്ങൾ ഈ തീരുമാനങ്ങൾ എടുത്തതെന്ന് ചോദിക്കേണ്ടേ ദിലീപ്? സ്വാഭാവികമായും ദിലീപ് ചോദിക്കേണ്ടതാണ്. അപ്പോൾ ദിലീപ് അഭിനയിച്ച തങ്കമണി മാർച്ച് 7 തിയേറ്ററിലെത്തും. സമരം തുടർന്നാൽ ചെയർമാൻ്റെ നിലപാട് എന്തായിരിക്കുമെന്നറിയാൻ കേരളത്തിലെ പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട്. ദിലീപ് എന്താണ് തീരുമാനിക്കാൻ പോണത്? ഫിയോക്കിൻ്റെ കൂടെ നിന്ന് മലയാള സിനിമ തിയേറ്ററിൽ കളിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ? മാർച്ച് 7 റിലീസ് ചെയ്യുന്ന തങ്കമണിയുടെ കൂടെ നിൽക്കുമോ എന്ന് ദിലീപ് പറയണം. അഴകുഴമ്പനായിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമായി പറയണം. അതറിയാൻ ആഗ്രഹമുണ്ട് ദിലീപേ. അതുപോലെ തന്നെ വിജയകുമാർ പറയാണ് പബ്ലിസിറ്റിയുടെ കോൺട്രിബ്യൂഷൻ ഞാൻ നൽകൂല. ഇനി ഞങ്ങൾ തിയേറ്ററുകാർ സിനിമയുടെ പരസ്യം ഒട്ടിക്കുന്നതിൻ്റെ കോൺട്രിബ്യൂഷൻ അവരുടെ ഒരു വിഹിതം ഉണ്ടല്ലോ, അത് നൽകില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്മാർക്ക് ബാറ്റിയും നൽകില്ല എന്നാണ് പറയുന്നത്. അതായത് തിയേറ്ററിൽ വരുന്ന പൈസ വെട്ടിച്ചും തട്ടിച്ചും കിട്ടുന്നതും ചേർത്ത് മൊത്തം ഞങ്ങൾ വിഴുങ്ങും.
ഒരു സിനിമ വന്നാൽ നാട്ടിലൊക്കെ പോസ്റ്റർ ഒട്ടിച്ച് ഈ തിയേറ്ററിൽ ഈ സിനിമ കളിക്കുന്നു എന്ന് കാണിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒട്ടിക്കും. അതുപോലെ നിങ്ങൾ റെപ്രസെൻറ്റേറ്റീവിനെ വെച്ചോ. നിങ്ങൾ വച്ചാലും വച്ചില്ലെങ്കിലും ഞങ്ങൾ കള്ള ടിക്കറ്റിൽ ആളെ കയറ്റും. പക്ഷേ റെപ്രസെൻറ്റേറ്റീവിന് കിടക്കാനും സ്ഥലം കൊടുക്കില്ല, അവനെ ബാറ്റിയും കൊടുക്കില്ല എന്നാണ് പറയുന്നത്. പലരും എന്നെ ഒരുപാട് റെപ്രസെൻറ്റേറ്റീവ് വിളിക്കാറുണ്ട്. അവരവരുടെ കഥകൾ പറയുന്നത് കേട്ടാൽ കിടക്കാൻ വൃത്തിയുള്ളൊരു മുറി പോലും കൊടുക്കില്ലായിരുന്നു. പണ്ട് നേമം ഭാസുരിയിലൊക്കെ സി സെൻറ്ററിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് വരുമ്പോൾ എൻ്റെ ഒരു ബന്ധു റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, സുപ്രിയയുടെ. അദ്ദേഹത്തിന് അവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവിന് കിടന്നുറങ്ങാൻ നല്ല കട്ടിലൊക്കെ ഇട്ടൊരു മുറിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ഒരുപാട് കാശ് വന്ന് ഹൈടെക് തിയേറ്ററൊക്കെ ആയപ്പോൾ റെപ്രസെൻറ്റേറ്റീവ്മാരെയൊക്കെ കണ്ട പുച്ഛമാണ് മുതലാളിമാർക്ക്. 12-1 മണി കഴിഞ്ഞൊക്കെ പടം കഴിഞ്ഞിട്ട് പലരും കിടക്കാൻ ഇടമില്ലാതെ കിട്ടുന്ന വണ്ടികളിൽ കയറി വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം വരുന്ന ഹതഭാഗ്യന്മാരാണിപ്പോൾ റെപ്രസെൻറ്റേറ്റീവ്മാർ. അവരെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അപരിചിതരായ ആൾക്കാർ ഓടിച്ചു വരുന്ന പാതിരാത്രി വരുന്ന വണ്ടിക്ക് കൈ കാണിച്ച് അടുത്ത ജംഗ്ഷനിലോ അല്ലെങ്കിൽ ആ വണ്ടി പോകുന്നിടം വരെയോ എന്നെ കൂടെ കയറ്റുമോ എന്ന് ചോദിച്ച് കയറിപ്പോയ ഒരു ഹതഭാഗ്യനുണ്ട് മലയാള സിനിമയിൽ. റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ചാക്കോ. സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ ദ്രോഹി ഇതുപോലെ ഒരു സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനായിട്ട് നിറവയറുമായി വീട്ടിലിരിക്കുന്ന ഭാര്യയെ കാണാനായി വീട്ടിലേക്ക് പോകാൻ കയറിയ ചാക്കോയാണല്ലോ കൊന്നിട്ട് കത്തിച്ചത്. ഇതൊക്കെ എന്താ പറയുക, ഈ വിജയകുമാർമാർ ഓർക്കുന്നില്ല എന്നുള്ളതാണ് കഷ്ടം എന്നെനിക്ക് പറയാനുള്ളത്. ഫിയോക്ക് നേതാവിന് അഞ്ചലിൽ വർഷ റോയൽ സൂട്ട് എന്നൊക്കെ പറഞ്ഞ് 2 തിയേറ്ററുണ്ട്. ഞാൻ അതൊക്കെ അന്വേഷിച്ചു. വിജയകുമാറിന് 2 തിയേറ്ററാണ്, വർഷയും വർഷ റോയൽ സൂട്ടും. പേരൊക്കെ ഉള്ളൂ റോയൽ സൂട്ടെന്ന്. എന്നാൽ അവിടെ അഞ്ചലുള്ള ഏറ്റവും നല്ല തിയേറ്റർ എന്ന് പറയുന്നത് അർച്ചന മൂവി മാക്സ് എന്ന് പറയുന്ന 2 തിയേറ്ററുകളാണ് നല്ല തിയേറ്ററുകൾ. അഞ്ചലുകാരോട് തിരക്കിയപ്പോൾ അഞ്ചലുകാർ പറയുന്നത് ഇവയിൽ ഏതാ നല്ല തിയേറ്റർ, ഏതാണ് നല്ല പ്രൊജക്ഷൻ, ഏതാണ് നല്ല ശബ്ദം എന്ന് ഞാൻ വിളിച്ച് ചോദിച്ചവരെല്ലാം എന്നോട് പറഞ്ഞത് അർച്ചന മൂവി മാക്സുമാണെന്ന് പറഞ്ഞു. എനിക്ക് പരിചയമില്ല, അതിൻ്റെ തിയേറ്റർ മലയാളിമാരെ പരിചയമില്ല, എന്നാൽ വിജയകുമാറിനെ പരിചയമുണ്ട്. അതുകൊണ്ട് വിജയകുമാർ ഇനി കള്ളം പറയരുത്. നാളെ അർച്ചന തിയേറ്ററുകാരൻ കാശ് കൊടുത്തിട്ടാണ് ദിനേശനെ കൊണ്ട് പറയിച്ചതെന്ന് പറഞ്ഞു കളയരുത്. വർഷയിൽ വരുന്ന സിനിമകൾക്ക് പോസ്റ്റർ ഒട്ടിപ്പില്ല, അതാണ് ഒരു പുതിയ വാർത്ത. ഞങ്ങൾ വർഷയിൽ ഏത് പടം കളിക്കുന്നു എന്ന് തിയേറ്ററിൽ പോയി നോക്കണം, എങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് എന്തോ പോസ്റ്റർ ഒട്ടിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത ആളെന്ന് പറയുന്നു. നേരെ മറിച്ച് മറ്റേ തിയേറ്റർ അർച്ചന മൂവി മാക്സും ഇഷ്ടംപോലെ പോസ്റ്റർ ഒട്ടിക്കും. പോസ്റ്റർ ഒട്ടിപ്പൊക്കെ പഴയ സെറ്റപ്പാണെന്നാണ് ഈ വിജയകുമാർ എന്ന് പറയുന്ന ഫിയോക്കിൻ്റെ നേതാവിൻ്റെ കണ്ടുപിടുത്തം. എത്ര സ്റ്റാഫാണ് ഈ 2 തിയേറ്ററിലും കൂടി ഈ പറഞ്ഞ വർഷ റോയൽ സൂട്ടിലും കൂടെ ഉണ്ടെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. പരിതാപകരമാണെന്നാണ് പറയണത്. ഒരു തിയേറ്ററിൽ ടിക്കറ്റ് എടുത്തിട്ട് ഓടി അടുത്ത തിയേറ്ററിൽ നിന്ന് കൊടുക്കണമെന്നാണ് പറയണത്. അതായത് ഒരു തിയേറ്ററിൽ മിനിമം എത്ര ആൾ വേണോ അതില്ല, 2 തിയേറ്ററിനും കൂടെ ചേർത്ത് 3-4 പേര് വെച്ചുള്ള കളിയാണ് അദ്ദേഹം കളിക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ തിയേറ്ററിൻ്റെ മുന്നിൽ 30-40യുടെ 2 പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ള റിലീസ് മാത്രമേ വിജയകുമാർ നടത്താറുള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ അഞ്ചലിൽ പോയി കണ്ടിട്ടുമില്ല, തിയേറ്ററും കണ്ടിട്ടില്ല. പക്ഷേ അവിടെ ഉള്ളവർ പറയുന്നത് 30-40യിലുള്ള 2 പോസ്റ്റർ ഒട്ടിക്കും തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ. അത് വെച്ചുകൊണ്ടാണെന്ന് വർഷ റോയൽ സൂട്ടിലും ജഗദീഷ് കുമാർ ഏതോ പടത്തിൽ പറഞ്ഞല്ലേ, കിലുക്കത്തിലെന്തോ പറഞ്ഞ പോലെ വർഷ റോയൽ സൂട്ടിൽ കളിക്കുന്നത് പോസ്റ്റർ ഒട്ടിക്കാതെയാണ്. ഇടയ്ക്ക് ഈ 2 തിയേറ്ററുകളും വാടകയ്ക്ക് കൊടുക്കാൻ ഒരു ശ്രമം വിജയകുമാർ നടത്തിയിരുന്നു എന്ന് പറയുന്നു. ചോദിച്ച തുക കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും അത് തുടരുന്നു. വർഷയിലെ സൗണ്ട് സിസ്റ്റത്തെ പറ്റി അവിടുത്തെ പ്രേക്ഷകരോട് തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് വളരെ മോശമായ ശബ്ദമാണ് വർഷയിലും വർഷ റോയൽ സൂട്ടിലും ഒക്കെ ഉള്ളതെന്ന് പറയുന്നു. 10 പൈസ തിയേറ്ററുകാർക്ക് ചിലവിടാതെ എങ്ങനെ ഊറ്റാമെന്ന ചിന്താഗതിക്കാർ തിയേറ്റർ മുതലാളിമാരായാൽ ഇങ്ങനെ ഇരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം തന്നെ വിജയകുമാർ പറഞ്ഞത് എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞത് 23 ക്രിമിനൽ കേസുകളിലെ തട്ടിപ്പ് കേസുകളിലെ പ്രതിയാണ് സിയാദ് ഖോക്കർ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു വളരെ അടുത്ത സമയത്ത് ഒരു പടം വന്നല്ലോ, തുറമുഖം എന്ന് പറഞ്ഞ് വർഷങ്ങളോളം ഷൂട്ട് ചെയ്ത് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയെടുത്ത ഒരു പടമാണ് തുറമുഖം. ആ സിനിമ നിർമ്മിച്ചത് 3 നിർമ്മാതാക്കൾ ചേർന്നായിരുന്നു. അതിലൊരാൾ എന്ന് പറയുന്നത് തൃശ്ശൂർ പാട്ടുപുരയ്ക്കൽ വെട്ടിക്കാട്ടിൽ 42 വയസ്സുള്ള ജോസ് തോമസ് എന്ന് പറഞ്ഞ ആളായിരുന്നു. വ്യാജരേഖ കാണിച്ച് പണം കണ്ടെത്തിയ കേസിൽ അദ്ദേഹം അറസ്റ്റിലായി. 8,40,00,000 രൂപ പറ്റിച്ചു എന്നാണ് കേസ്. അതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി കാണട്ടെ, അയാൾ വെട്ടിച്ചതാണോ തട്ടിച്ചതാണോ എന്ന് കാണട്ടെ. പക്ഷേ വിജയകുമാറെ, ഒരു സിനിമ എടുക്കാൻ പോകുന്നവൻ 50 കോടിയിൽ തുടങ്ങി 100 കോടിയിലൊക്കെ എത്തുമ്പോൾ ഇതുപോലെ പല വെട്ടിപ്പ് തട്ടിപ്പ് നടത്തി എങ്ങനെയെങ്കിലും പണ്ടാരടങ്ങാൻ ഈ സിനിമ തീർക്കാമെന്ന് വിചാരിക്കും. വിജയകുമാർ സിയാദ് ഖോക്കറെ വിളിച്ച അതേ ടോണിൽ ഈ ജോസ് തോമസിനെ വിളിക്കാത്തത് എന്താ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേസ് വരുന്നവരെയൊക്കെ നിങ്ങളിങ്ങനെ പറയുകയാണെങ്കിൽ കേസില്ലാത്ത എത്ര പേരുണ്ടാവും എന്നുള്ളതാണ് എനിക്ക്
വിജയകുമാറിനോട് ചോദിക്കാനുള്ളത്. ഞാൻ ഒരുപാട് അന്വേഷിക്കാനൊന്നും പോയില്ല. വിജയകുമാറിന് ഇനി എന്തൊക്കെ കേസുണ്ടെന്ന് ഞാൻ അന്വേഷിച്ചാൽ എനിക്ക് അഞ്ചലിയിൽ നിന്ന് കണ്ടെത്താനുള്ള ആളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതിന് പോയില്ല. ഫിയോക്കിൻ്റെ ചെയർമാൻ ദിലീപാണല്ലോ. എനിക്ക് വിജയകുമാറിനോട് ചോദിക്കാനുള്ളത്, എൻ്റെ സുഹൃത്തായ അല്ലെങ്കിൽ എൻ്റെ ഒരു അനിയനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ദിലീപാണ് നിങ്ങളുടെ ചെയർമാൻ. പ്രമാദമായൊരു കേസിലെ 8ാം പ്രതിയല്ലേ അദ്ദേഹം. നിങ്ങൾ ഈ സിയാദ് കോക്കറിനെ തെറി വിളിക്കുമ്പോൾ നിങ്ങൾ പറയാത്തത് ഫിയോക്കിൻ്റെ ചെയർമാൻ ഇങ്ങനെ കേസിൽപ്പെട്ട ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറയാത്തത്. അപ്പോഴാണ് നിങ്ങളൊരാണാവുന്നത്. എന്താ പറയാത്തത്? പുളിക്കും, അന്ന് തീരും ഫിയോക്ക്. അതുകൊണ്ടായിരിക്കും പറയാത്തത്. അപ്പോൾ ദിലീപിനൊരു ന്യായം, സിയാദ് കോക്കറിന് വേറൊരു ന്യായം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്താ പറയുക, വിശദമാക്കേണ്ടത് വിജയകുമാറാണ്. ആദർശ തീരനാണ് വിജയകുമാറെങ്കിൽ ദിലീപിനെ മാറ്റണ്ടേ? പറ്റില്ല, മാറ്റാൻ പറ്റില്ല. ദിലീപും ആൻ്റണി പെരുമ്പാവൂരും ഫിയോക്ക് ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ വിജയകുമാർ ലിബർട്ടി ബഷീറിൻ്റെ കൂടെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൂടാതെ ഇപ്പോൾ അതാ സിയാദ് കോക്കറും പറയുന്നു. അപ്പോൾ ഞാൻ ലിബർട്ടി ബഷീറിൻ്റെ കൂടെ കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് വിജയകുമാറെങ്കിലും മറക്കാൻ വഴിയില്ല. അപ്പോൾ സിയാദ് കോക്കറിനെയും ദിലീപിനെയും ഒരു പന്തിയിൽ പല ഭക്ഷണം എന്ന് പറഞ്ഞതുപോലെ വിളിക്കരുത് എന്നാണ് എനിക്ക് ഈ നേതാവിനോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ചോദിക്കട്ടെ, ദിലീപിന് കൊടുത്ത ഒരു ചെക്ക് മാറാത്ത കേസിൽ ദിനേശ് പണിക്കർ എന്ന് പറഞ്ഞ പ്രശസ്തനായ നിർമ്മാതാവ് പ്രതിയായി അറസ്റ്റിലായി. ഒടുവിൽ ആ കാശ് വേണ്ട എന്ന് ഇന്നസെൻ്റ് അടക്കമുള്ളവരുടെ നിർബന്ധം കൊണ്ട് എത്രയോ ലക്ഷം രൂപ, എനിക്ക് തന്നെ അത് വേണ്ട, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനൊന്നുമല്ല പോയ, കേസ് കൊടുത്തു, ചെക്കിൻ്റെ പേരിലായിട്ട് കേസ് കൊടുത്തതാണ്, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് ദിലീപ് തീരുമാനിച്ചതുകൊണ്ടാണ് കേസിൽ നിന്ന് ദിനേശ് പണിക്കർ ഒഴിവായത്. അപ്പോൾ ദിലീപും പണിക്കരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. എന്നോട് ദിനേശ് പണിക്കർ പറഞ്ഞതാണ്, എനിക്ക് ദിലീപിനോട് ഒരു വിരോധമില്ല ദിനേശ്, ഞാനൊരു ചെക്ക് കൊടുത്തു, അത് മാറിയില്ല, അത് കേസായി, ഞാനും അതൊരു സീരിയസ് ആയി എടുത്തില്ല, ഇങ്ങനെ അറസ്റ്റൊക്കെ വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ദിലീപ് ഒരു സ്റ്റുഡിയോ ഒരു തിയേറ്റർ ചാലക്കുടി തുടങ്ങിയപ്പോൾ എനിക്ക് തിരുവനന്തപുരത്തേക്ക് കാർ അയച്ച് ഇവിടുന്ന് എന്നെ കയറ്റി അവിടെ കൊണ്ടുപോയി ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു ദിവസം അവിടെ താമസിപ്പിച്ച് തിരിച്ചെന്നെ മാന്യമായി തിരുവനന്തപുരത്ത് എത്തിച്ച ആളാണ് ദിലീപ് എന്ന അഭിമാനത്തോടെ എന്നോട് ദിനേശ് പണിക്കർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിജയകുമാറിൻ്റെ കണക്കിൽ ദിനേശ് പണിക്കർ ചെക്ക് കേസിൽ പ്രതിയാണോ ഇപ്പോഴും? നിങ്ങളത് പറയണമല്ലോ. കേസുകൾ എല്ലാവർക്കും ഉണ്ടാവുമെന്നേ. ഞാൻ പറയാം, നിങ്ങളുടെ ഒരു കഥ പറയുകയാണ്. എന്നോട് ദിനേശ് വേണമെങ്കിൽ പറഞ്ഞോ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കഥയാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിൽ ഒരു വൈകുന്നേരം മനോഹരമായ ഒരു സിനിമ കാണിക്കുകയാണ്. ആ സിനിമ ജയിലിലുള്ള ജയിലർമാരും ജയിലിൽ കിടക്കുന്ന എന്താ പറയുക പ്രതികളും ഒന്നിച്ചിരുന്ന് സിനിമ കാണുകയാണ്. അപ്പോൾ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജഗതി ശ്രീകുമാറിൻ്റെ മനോഹരമായ ഒരു സീൻ, പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു സീൻ വന്നപ്പോൾ ഈ ജയിലർമാരും അവിടെ കിടക്കുന്ന പ്രതികളും എല്ലാവരും കൂടെ പൊട്ടിച്ചിരിച്ചപ്പോൾ ആ ചിരി മുഴങ്ങുന്നതിനിടയിൽ പ്രത്യേകം ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആരോ കരയുന്ന ഒരു തേങ്ങൽ. എനിക്കിതിപ്പോഴും കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വേദന എടുക്കും. ആരോ കരയുന്ന ഒരു തേങ്ങൽ, ഒരു ചെറുപ്പക്കാരൻ്റെ തേങ്ങൽ കേൾക്കുന്നു ഉച്ചത്തിൽ. എല്ലാവരും പെട്ടെന്ന് ചിരി നിർത്തി. ഇതാരായിരിക്കും കരയുന്നത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ തടവുകാരനായ ഒരു ചെറുപ്പക്കാരനാണ് തേങ്ങി കരയുന്നത്. ഞാൻ ഈ കഥ പറയുന്നത് വിജയകുമാറിന് വേണ്ടി മാത്രം പറയുന്നതാണ്. നമ്മൾ ആരെയും ഒരു കേസിൽ പെട്ടെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ 10 ദിവസം ജയിലിൽ കിടന്നെന്ന് പറഞ്ഞോ ഒരിക്കലും പരസ്യമായി പത്രക്കാരുടെ മുന്നിൽ അപഹാസ്യരാക്കരുത്. അതിനുവേണ്ടി പറയുകയാണ്. അപ്പോൾ അതിലൊരു ഉദ്യോഗസ്ഥൻ ഈ കരയുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അയാൾ ആ സ്ക്രീനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, സാർ, ഈ കാണിക്കുന്ന സിനിമ ഞാൻ നിർമ്മിച്ച സിനിമയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ നിർമ്മിച്ച സിനിമയാണ് സാർ നിങ്ങൾ കണ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ കിടക്കുന്നത് ജയിലിനകത്ത്. എല്ലാവരും ആശ്ചര്യത്തോടെ ആ യുവാവിനെ നോക്കി. അയാൾ കരച്ചിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. തേങ്ങി അയാൾ കരഞ്ഞു. ഈ കരഞ്ഞ ചെറുപ്പക്കാരൻ തന്നെ ഒരു ദിവസം ഞങ്ങൾ മേശയ്ക്ക് അപ്പുറം ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞിങ്ങനെ വെള്ളത്തുള്ളി വന്നു. ഞാൻ അറിയാതെ തുടച്ചു, മൂക്കൊക്കെ തുടച്ചു. കാരണം ആ ചെറുപ്പക്കാരൻ അത്രയും ഹൃദയവേദനയോടെ എന്താ പറഞ്ഞു, ദിനേശേ, ദൈവം സഹായിച്ച് ഞാനിപ്പോൾ എന്താ പറയുക, രാജാവിനെ പോലെ ജീവിക്കുന്നു. എൻ്റെ ഭാര്യയും എൻ്റെ മകളും ഞാനും ഒക്കെ അന്തസ്സായിട്ട് ജീവിക്കുന്നു. ഞാൻ ഓടി കാറിൽ യാത്ര ചെയ്യുന്നു. എനിക്ക് യൂണിറ്റുണ്ട്, അതുണ്ട്, ഇതുണ്ട്, സിനിമയുണ്ട്, സീരിയലുണ്ട്, എല്ലാം കൊണ്ട് ഞാൻ നന്നായിട്ട് ജീവിക്കുന്നു. പക്ഷേ എൻ്റെ ഇന്നലെകൾ ആർക്കും അറിയില്ല ദിനേശേ.
ഞാനൊരിക്കലും അത് മറക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ പറയുക ഗദ്ഗകണ്ഠനായി എന്നോട് ആ കഥ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എൻ്റെ മുന്നിലിരിക്കുന്ന മാന്യനായ മനുഷ്യൻ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ, നിങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്നുള്ള ആകാംക്ഷയോടെ ഞാനത് ആ കഥ കേട്ടിരുന്നു. എന്നെങ്കിലും എവിടെയെങ്കിലും ദിനേശ് എൻ്റെ ഈ അനുഭവം പറയണമെന്ന് അക്കാലത്ത് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ അത് പറയണ്ട എന്ന് വെച്ച് ഒതുക്കി വെച്ചാണ്. എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ കൂടെ പറയാറുണ്ട്. ഈ ചെറുപ്പക്കാരൻ വളർന്ന് വലുതാവുമ്പോൾ അയാൾ എടുക്കുന്ന പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുമ്പോൾ, അയാൾ സീരിയലുകൾ നിർമ്മിച്ച് 1000-2000 എപ്പിസോഡ് പോയി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുമ്പോൾ, ഞാൻ വീട്ടിൽ അയാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നോട് സിന്ധു പറയാറുണ്ട്, അയ്യോ പാവമല്ലേ അണ്ണാ, ഇങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടോ, ഓഹ് കഷ്ടമായിപ്പോയി എന്ന് സിന്ധു എന്നോട് കഷ്ടം കൂറി പറയാറുണ്ട്. പക്ഷേ എല്ലാ സമ്പത്തും കിട്ടിയ ഒരു മനുഷ്യൻ്റെ ഫ്ലാഷ് ബാക്കാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, എന്നെങ്കിലും ദിനേശിന് എവിടെയെങ്കിലും പറയാനോ എഴുതാനോ ഉള്ളപ്പോൾ എൻ്റെ ഈ അനുഭവം ദിനേശ് പറയണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിടത്തും അത് പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ കഥ പറയുന്ന സമയത്ത് ഓടി കാറിൽ കോടീശ്വരനായി ജീവിക്കുമ്പോഴും എന്താ പറയുക, എൻ്റെ ഭൂതകാലത്തിലുണ്ടായ ഈ തിക്ത അനുഭവം ഞാൻ മറക്കില്ല. ദിനേശ് അത് ഓർക്കണം, ഞാൻ മറക്കില്ല ദിനേശ് അത് ഓർക്കണം എന്ന് നിസ്സംഗനായി ചിരിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ എന്നോട് അന്ന് ഈ കഥ പറഞ്ഞത്. ഇപ്പോഴും എനിക്ക് ആ മുഖം ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു വെള്ള കോളറുള്ള ഒരു നീല ഉടുപ്പാണ് ഈ ചെറുപ്പക്കാരൻ അന്ന് ഇട്ടിരുന്നത്. വെള്ള കോളറുള്ള നീല ഉടുപ്പ്, സ്കൈ ബ്ലൂ കളറുള്ള ഉടുപ്പാണ് ഇട്ടിരുന്നത്. ഇപ്പോഴും എൻ്റെ മനസ്സിലതുണ്ട്. അപ്പോൾ അദ്ദേഹം ആവത് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് എന്നോട് ആ കഥ പറയുമ്പോൾ ഞാൻ അത്ഭുതം കൂറിയിരിക്കുകയാണ്. കാരണം അയ്യോ, ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഭൂതകാലമുണ്ടോ എന്ന്. ഒരുപക്ഷെ ആ ദുരന്ത അനുഭവങ്ങൾ അനുഭവിച്ചതിനാലാകണം ദൈവം അദ്ദേഹത്തെ ഇന്ന് കോടീശ്വരനാക്കി. ഈ പറഞ്ഞ കഥയിലെ നായകൻ്റെ പേര് പറഞ്ഞാൽ നാളെ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ഫിയോക്കിൻ്റെ വിജയകുമാർ അയാളെയും ഫ്രോഡെന്ന് വിളിക്കുമോ എന്നുള്ളത് മാത്രമാണ് എനിക്കുള്ള സംശയം. അയാളും ഫ്രോഡല്ലേ എന്ന് പറയും ചിലപ്പോൾ. കാരണം ഇയാൾക്കറിയാത്ത, വിജയകുമാറിന് അറിയാത്ത കഥയാണല്ലോ ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഫ്രോഡെന്ന് വിളിക്കാൻ പറ്റില്ല. അയാൾ മാന്യനായ നിർമ്മാതാവാണ്. ഞാനൊരു സീരിയൽ ചെയ്തപ്പോൾ ആ സീരിയലിൽ ഈ നിർമ്മാതാവിൻ്റെ, ഈ ചെറുപ്പക്കാരനായ നിർമ്മാതാവിൻ്റെ യൂണിറ്റാണ് വെച്ചിരുന്നത്. യൂണിറ്റിലെ 8 പേരേറ്റമുണ്ട് യൂണിറ്റിൽ. പക്ഷേ നമ്മളെപ്പോൾ കണക്കെടുത്താലും 6 പേരേ ഉണ്ടാവുള്ളൂ. ഞാനൊരു ദിവസം സിന്ധുവിനോട് പറഞ്ഞു, കൃത്യമായി രാവിലെ വരുന്നവരുടെയും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് ബ്രേക്ക് കഴിഞ്ഞാലും വൈകുന്നേരം പാക്കപ്പ് ആകുമ്പോഴും എത്ര പേരുണ്ടെന്ന് നോക്കണമെന്ന് പറഞ്ഞു. എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. സിന്ധു കൃത്യമായി കണക്കെടുത്തപ്പോൾ രാവിലെ 9 പേരുണ്ട്. 10 പേരാണ് കേട്ടോ, 8 അല്ല 10 പേര്. രാവിലെ 9 പേരുണ്ട്, ഉച്ചയായപ്പോൾ 8 പേരുണ്ട്, വൈകിട്ട് പാക്കപ്പ് ആകുമ്പോഴും 9 പേരുണ്ട്. എനിക്ക് അത് തന്നു, ഞാൻ മിണ്ടിയില്ല. പിറ്റേ ദിവസം ഒന്നും എടുക്കാൻ പറഞ്ഞു. എടുത്തപ്പോഴും ഇതുപോലെ തന്നെ രാവിലെ 9 പേര്, ഉച്ചയ്ക്ക് 8, വൈകിട്ട് 9. ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചു. അപ്പോഴാണ് അറിയുന്നത് ഇവരിൽ 9 പേരെ സെറ്റിലുണ്ടാവുള്ളൂ. ഒരാൾ കറക്കമായിരിക്കും, മാറി 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 കറങ്ങി. ഷൂട്ടിംഗ് തുടങ്ങി ഉച്ചയാവുന്നതിന് മുമ്പേ അതിലൊരുത്തം കൂടെ പോകും. പിന്നെ 8 പേരെ ഉണ്ടാവുള്ളൂ. ആ 8 പേരെ വെച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ അന്നത്തെ കാലത്ത് ക്രെയിനൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന സമയമാണ്. ഞാനിത് അപ്പം തന്നെ ഈ യുവ നിർമ്മാതാവിനെ വിളിച്ച് പരാതി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അന്ന് ബോംബെയിലോ മദ്രാസിലോ എവിടെയാണ്, ഡൽഹിയിലോ എവിടെയാണ്. ദിനേശ് പറയുന്നത് സത്യമാണ്. ഞാൻ പറഞ്ഞാൽ അതെ, 10 പേരെ വച്ചിരുന്നു, പക്ഷേ 8 പേരെ സെറ്റിലുണ്ടാവുള്ളൂ, 10 പേരുടെ ബാറ്റ് വാങ്ങിക്കും. ദിനേശ് ഒരു കാര്യം ചെയ്യും, ഇന്ന് വൈകുന്നേരം കൊടുക്കുമ്പോൾ 8 പേരെ ബാറ്റ് കൊടുത്താൽ മതി, നാളെ മുതൽ ആ യൂണിറ്റ് വർക്ക് ചെയ്യുന്നില്ല. ആര്? ഈ യുവ പ്രൊഡ്യൂസറുടെ യൂണിറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് പിന്നെ നാളെ മുതൽ ഞാൻ അത് ദിനേശാണ് എന്തിനാ, ഞാൻ നാളെ കാലത്തെ വേറെ യൂണിറ്റ് വരും. അദ്ദേഹം വേറെ യൂണിറ്റ് വന്ന് പിറ്റേ ദിവസം ഞാൻ 8 പേരുടെ ബാറ്റേ കൊടുത്തുള്ളൂ. എന്നിട്ട് ആ യൂണിറ്റുകാർക്ക് എന്നോട് ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ആ സീരിയൽ ദയനീയമായി പൊളിഞ്ഞുപോയി. ഞാൻ ഈ പറയുന്ന ഈ യുവ നിർമ്മാതാവിന്, ഈ ജയിലിൽ കിടന്ന് കരഞ്ഞു എന്ന് പറയുന്ന ഈ നിർമ്മാതാവിന് ഈ സമയം വരെയും ഞാൻ ആ യൂണിറ്റിൻ്റെ പൈസ കൊടുത്തിട്ടില്ല. കാരണം എൻ്റെ ഇല്ലാതായിപ്പോയി. സീരിയൽ നഷ്ടത്തിൽ കലാശിപ്പവും കൊടുക്കാൻ പറ്റിയില്ല. ഈ നേരം വരെ എന്നോട് ദിനേശേ ആ പൈസ തരാത്തതെന്ന് ദൈവം ചോദിച്ചുമില്ല. എന്താ പറയുക, ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സസ്പെൻസിലേക്ക് പോകണ്ടല്ലേ. ആ നിർമ്മാതാവിൻ്റെ പേരാണ് രജപുത്ര രഞ്ജിത്ത്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. രജപുത്ര രഞ്ജിത്ത് നിർമ്മിച്ച് സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്ത മുഖചിത്രം എന്ന് പറഞ്ഞ ജഗദീഷ് കുമാർ കസറിയ ഒരു പടമുണ്ട്, ജയറാം അഭിനയിച്ച, ചെമ്പഴുക്ക ചേലുകളുടെ എന്നുള്ള പാട്ടൊക്കെയുള്ള മുഖചിത്രം എന്ന് പറഞ്ഞ സിനിമയാണ് ജയിലിൻ്റെ അഴികൾക്കുള്ളിലൂടെ
ടി വിയിൽ കണ്ട ഹതഭാഗ്യനായ നിർമ്മാതാവ്. സിയാദ് കോക്കർമാരെ 23 ക്രിമിനൽ കേസിലെ തട്ടിപ്പ് കേസിലെ പ്രതിയെന്ന് പത്രസമ്മേളനത്തിൽ സിനിമ നൽകിയ കാശിൽ ഉടയാത്ത ഷർട്ടുമിട്ട് പഞ്ചപുച്ച, വെറും പുച്ഛത്തോടെയാണല്ലോ വിജയകുമാർ ഇപ്പോൾ ചിരിക്കുന്നത്. ഒരു വക്രിച്ച ചിരിയല്ലേ, പരമ ബോറായി തോന്നും നമുക്ക് കാണുമ്പോൾ. ഒരു വില്ലന്മാരെ പേരൊന്നും പറയാൻ പറ്റില്ല, അതിനേക്കാളും മോശമായ ഒരു വഷളം ചിരിയും ചിരിച്ചാണല്ലോ അദ്ദേഹം സംസാരിക്കാറ്. പഞ്ചപുച്ച ചിരി ചിരിച്ച് കളിയാക്കുമ്പോൾ വിജയകുമാർ ഓർക്കണം, ഒരു ചെറിയ സമയം മതി വിജയകുമാറെ ജീവിതം മാറിമറിയാൻ. ഇന്നത്തെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ നിർമ്മാതാവിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അറിയാമോ? അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഫ്ലാഷ് ബാക്കാണല്ലോ ഞാൻ പറഞ്ഞത്. അതുപോലെ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു കാര്യമാണ് ADGP ശ്രീലേഖ മാഡം ആലുവ ജയിലിൽ കണ്ട ഒരു കാഴ്ചയെപ്പറ്റി പറഞ്ഞത്. എണീറ്റിരിക്കാൻ പറ്റാതെ ജയിലിൽ നിലത്ത് വിറച്ച് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടിയാണ് ADGP ശ്രീലേഖ വന്നത്. ചെവിയുടെ ഇയർ ബാലൻസ് തെറ്റിയ ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ കാക്കിയാണ് ധരിച്ചിരിക്കുന്ന വേഷമെങ്കിലും ഒരു മാതൃത്വം അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ മനസ്സ്, മനുഷ്യപ്പറ്റ് ഒക്കെ ചിന്തയിലുണർന്നു. അവർ അയാളെ എണീറ്റിരുത്താൻ പറഞ്ഞു. പക്ഷേ എണീറ്റിരിക്കാൻ പറ്റുന്നില്ല, കുഴഞ്ഞു പോകുന്നു. കരിക്കും വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. കരിക്കും വെള്ളം കൊടുത്തു. വിരിക്കാനും പുതയ്ക്കാനും അഡീഷണൽ പുതപ്പ് നൽകി. അപ്പം തന്നെ വിദഗ്ധ ഡോക്ടർമാരെ, ജയിൽ ഡോക്ടർമാരെ വിളിച്ചു വരുത്തി അയാളെ പരിശോധിപ്പിച്ചു. അയാളുടെ പേര് വിജയകുമാറിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. ദിലീപ് എന്നാണ് അയാളുടെ പേര്. നിങ്ങളുടെ സംഘടനയുടെ ചെയർമാൻ ദിലീപ് കിടന്ന കാഴ്ചയാണ് ADGP ശ്രീലേഖ IPS പറഞ്ഞത്. തൻ്റെ യൂണിയൻ്റെ ചെയർമാൻ സിയാദ് കോക്കറെ വിളിച്ച പോലെ തങ്കമണി മാർച്ച് 7-ാം തീയതി തന്നെ റിലീസ് ചെയ്യുമെന്ന് ദിലീപ് പറഞ്ഞാൽ താങ്കളും ദിലീപിനെ ഫ്രോഡെന്ന് പറയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചിലപ്പോൾ താങ്കൾ അങ്ങനെ പറയുമായിരിക്കും. ചിലപ്പോൾ എൻ്റെ സംഘടനയുടെ ഫിയോക്കിൻ്റെ ചെയർമാനും ഫ്രോഡാണ്, കാരണം അയാളും ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് പറയും, സിയാദ് കോക്കറിനെ പറഞ്ഞ പോലെ പറയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അയാൾ ഫ്രോഡാണോ, കുഴപ്പക്കാരനാണോ, കുറ്റം ചെയ്തവനാണോ എന്നൊക്കെ കോടതി നിശ്ചയിക്കട്ടെ നേതാവേ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലേ അതിൻ്റെ ശരിയായ വഴി. അതിന് പകരം ആരുടെയെങ്കിലുമൊക്കെ പേരിൽ എന്തെങ്കിലും കേസ് വന്നാൽ അവരെ എല്ലാം കയറി ഫ്രോഡെന്ന് പറയുന്ന, അയാൾ ശരിയല്ല എന്ന് പറയുന്ന ഒരു സമീപനം ഇനിയെങ്കിലും നിങ്ങൾ മാറ്റണം. ഒരു കൊച്ചു കഥയോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വനിതാ ജയിലിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനൊരു സീരിയൽ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ സീരിയൽ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എനിക്കൊരു 100 വനിതാ ജയിലിൽ കിടന്നൊരു 100 പ്രതികളുടെയെങ്കിലും കഥ കിട്ടിയാൽ കൊള്ളാം. എന്താണ് അവരുടെ കേസെന്ന് കിട്ടിയാൽ എനിക്ക് കഥയുണ്ടാക്കാൻ എളുപ്പമായി. ഇത് വേണമെങ്കിൽ ആര് വേണമെങ്കിലും അടിച്ചു മാറ്റിക്കൊള്ളൂ. കാരണം ഞാൻ ഒരുപാട് ചാനലുകാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ആരും എടുക്കാതെ പോയതാണ്. അവസാനം മാതൃഭൂമി പറഞ്ഞു, ഞങ്ങൾ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദിനേശേ നിങ്ങൾക്ക് ഈ ജയിലിൻ്റെ കഥ, വനിതാ ജയിലിൻ്റെ കഥ ചെയ്യാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ ആരാധകനായ ഒരു റിട്ടയേർഡ് ജയിലറുണ്ടേ, അദ്ദേഹത്തിന് അഭിനയിക്കാൻ അല്പം താല്പര്യമുണ്ട്. ഞാൻ ഇതുവരെ അഭിനയിപ്പിച്ചിട്ടില്ല. എന്നെ വളരെ ഇഷ്ടമാണ്. ഒരു സഹോദര ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഞാൻ അയാളെ വിളിച്ച് എനിക്ക് 100 വനിതാ ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ സ്റ്റോറി കിട്ടാൻ, അവരുടെ എന്ത് കേസിലാണ് പെട്ടതെന്നുള്ള കിട്ടാൻ വഴിയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റിയൊരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം പേര് പറഞ്ഞു. തിരുവനന്തപുരത്തുള്ള ഒരു സാംസ്കാരിക നായകനൊക്കെയാണ്. എനിക്ക് കക്ഷിയെ അറിയാം. വലിയ കോപ്പട മീശയൊക്കെ വെച്ച്, കാലിനെ പോലെ മീശയൊക്കെ വെച്ച് ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഊന്നി ആളുകളൊക്കെ നോക്കി പഴയ ജയിലറാണെന്നുള്ള രീതിയിലൊക്കെ പോകുന്ന, അഹങ്കാരത്തോടെ പോകുന്ന ഒരു ജയിലർ. അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ അറിയാമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ നേരത്തെ പറഞ്ഞ കഥാപാത്രമായ സിയാദ് കോക്കർ അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൽ ഒരു സ്റ്റാഫ് മരിച്ച കേസിലെ പ്രതിയായി ജയിലിലായല്ലോ. അദ്ദേഹവും നടൻ ബാബുരാജ്. പഴയ ഫ്ലാഷ് ബാക്കുകൾ അന്വേഷിച്ച് ഒരുപാടുണ്ട് പറയാൻ. അപ്പോൾ സിയാദ് കോക്കർ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹം 555 സിഗരറ്റേ വലിക്കൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഒരു പാക്കറ്റ് 555 സിഗരറ്റ് അനധികൃതമായി സിയാദ് കോക്കറിന് കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന ജയിലറിന് 10 പാക്കറ്റുള്ള സിഗരറ്റ് കൊണ്ട് കൊടുക്കണം. ഒരു കാർട്ടൺ കൊണ്ട് കൊടുത്താലേ അതിൽ നിന്ന് ഒരു പാക്കറ്റ് കോക്കറിന് കൊടുക്കും. ബാക്കി 9 പാക്കറ്റ് ഇദ്ദേഹം വിഴുങ്ങും. അതുപോലെ തന്നെ ഇദ്ദേഹം എറണാകുളത്ത് ഭാര്യാസമേതൻ, ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് എറണാകുളത്ത് പോയാൽ അവിടുത്തെ 5 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകളിൽ 2, 4, 5 ദിവസം താമസിച്ചിട്ട് ആയിരക്കണക്കിന് രൂപയുടെ ഹോട്ടൽ ബില്ലാക്കിയിട്ട് മുങ്ങുമായിരുന്നെന്ന്. ബില്ല് കോക്കറിൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയുന്നതാണ് പറയണത്. ഇതിൽ സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഉള്ള മാന്യനായ ഈ മനുഷ്യനെ എൻ്റെ ഈ ആരാധകനായ റിട്ടയർഡ് ജയിലർ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ കാര്യം പറയുമ്പോൾ എനിക്കും കൂടി അത് നടക്കുമോ നടക്കില്ല എന്ന് ഞാൻ അറിയാൻ വേണ്ടി സ്പീക്കർ ഓൺ ചെയ്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങളുടെ ജയിലിലെ കഥ പറയാനാണ്. അപ്പോൾ ആ പെണ്ണുങ്ങളുടെ ജയിലിൽ കിടന്ന ഒരു 10-100 ജയിൽ പുള്ളികളുടെ
കേസ് ഡയറി കിട്ടുമെന്നാണ് കേൾക്കുന്നത്. താങ്കൾ വിചാരിച്ചാൽ നടക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ താങ്കളോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇത്രയും കേട്ടിടാൻ എടുത്ത വായിൽ ഈ മനുഷ്യൻ കേൾക്കുകയാണ്. ഈ പറയുന്ന സംവിധായകൻ നമ്മുടെ പയ്യൻ തന്നെടേ, തിരുവനന്തപുരം സ്ലാങ്ങിലാണ് ഈ പറയുന്ന സംവിധായകൻ, നമ്മുടെ പയ്യൻ തന്നെടേ എന്ന് ചോദിച്ചു. പിന്നെ എൻ്റെ ബന്ധുവാണ് എന്ന് ചുമ്മാ പറഞ്ഞാണ്, ഈ മറ്റേ റിട്ടയർഡ് ജയിലർ ചുമ്മാ പറഞ്ഞാണ് എൻ്റെ ബന്ധുവാണെന്ന്. പറഞ്ഞു തീർന്നടൻ ഈ മനുഷ്യൻ്റെ അടുത്ത ഡയലോഗ്, അല്ല വല്ല നായരോ പൊലേനോ ഒന്നും അല്ല അവനെയൊന്നും നമ്മൾ സഹായിക്കാൻ പാടില്ല, വല്ല നായരെയോ പൊലേനോ ഒന്നും സഹായിക്കാൻ പാടില്ല എന്ന് ഈ കപ്പട മീശക്കാരനായ കാലിനെ പോലെ ഇരിക്കുന്ന മനുഷ്യൻ പറയുക. എനിക്ക് സത്യം പറഞ്ഞാൽ പരമ പുച്ഛം തോന്നി അയാളെ. നമ്മുടെ പയ്യനാണെങ്കിൽ ഞാൻ സഹായിക്കാം. അപ്പോൾ ഈ ഫോൺ വിളിച്ചയാളൊന്ന് ചമ്മി എൻ്റെ മുമ്പേ ഇരുന്ന് ഈ സ്പീക്കർ ഓൺ ചെയ്തിരിക്കില്ലേ, ഞാൻ കേട്ടു എന്നുണ്ട്. അതായത് വല്ല നായരോ പൊലേനോ ഒന്നും നമ്മൾ സഹായിക്കാൻ പാടില്ല എന്ന് അയാൾ പറയുമെന്ന് ഇയാൾ വിചാരിച്ചില്ല. ഫോൺ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ നാറിയുടെ സഹായം വേണ്ട, എനിക്ക് അയാളുടെ ഈ നാറിയുടെ കഥ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അന്ന് ആ യാത്ര അവസാനിപ്പിച്ചു. ഞാൻ ഈ തിരിച്ച് പാറശാലയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. പാറശാലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ കപ്പട മീശക്കാരൻ കാലിനെ പോലെ ഇരിക്കുന്നവൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനാണെന്നാണ് അയാൾ എല്ലാവരുടെയും പറയാറ്. ശിഷ്യനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ പിറന്ന ആളാണ്. ഞാൻ അന്ന് മനസ്സുകൊണ്ട് ഗുരുദേവനോട് പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നു ഗുരുദേവ ഇവൻ പുഴുത്ത് ചാകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ്റെ ശിഷ്യനെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവൻ ഒരു സഹായം ചോദിക്കാൻ വിളിച്ചപ്പോൾ പറയുന്ന മറുപടി, വല്ല നായരോ പൊലേനോ ഒക്കെ ആണെങ്കിലേ നമ്മളൊന്നും സഹായിക്കാൻ പാടില്ല, നമ്മളെ സമുദായത്തിൽ നമ്മളെ ജാതിയിൽപ്പെട്ടവനെ സഹായിക്കാവൂ എന്ന് പറയുന്നത് സ്പീക്കറിൽ നേരിട്ട് കേട്ട ആ വേദനയിൽ ഞാൻ ഗുരുദേവനോട് പ്രാർത്ഥിച്ചു, അങ്ങേക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ അപ്പോൾ പുഴുത്ത് ചാകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ പുഴുത്തിട്ടൊന്നുമില്ല, ഇപ്പോഴും വലിച്ചു വലിച്ച് നടക്കുന്നുണ്ട്. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഞാൻ ചിലപ്പോൾ കാണാറുണ്ട്, ഈ ഒരു പഞ്ചപുച്ചമടക്കി ഒരു ചിരി, ആരെയെന്നില്ലാതെ ഒരു ചിരിയും ചിരിച്ച് ഈ കുടയും പിടിച്ച് പോകുന്ന കാണാം. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും പുറകെ കൂടെ ചെന്ന് ഒരൊറ്റ കൊട്ട് ആ തലയിൽ അടിച്ചു കൊടുക്കണമെന്ന്. എന്തൊരു ബോറ് ഡയലോഗെന്ന് ആലോചിച്ച് വയ്ക്കും നിങ്ങൾ പറയാം ഇല്ലേ. അതുപോലെ തന്നെ ഞാൻ നെയ്യാർ ഡാമിനടുത്തുള്ള നെട്ടുകോൽ തെരി എന്ന് പറഞ്ഞാൽ തുറന്ന ജയിൽ, കേരളത്തിലെ ഏക തുറന്ന ജയിലാണല്ലോ അവിടെയുള്ള നെട്ടുകോൽ തെരിയിൽ. അവിടെ ഈ സീരിയലുമായി ബന്ധപ്പെട്ട പശ്ചാത്തലങ്ങൾ, തുറന്ന ജയിൽ എങ്ങനെയാണെന്നൊക്കെ കാണാൻ പോയി. ആണും പെണ്ണുമായിട്ട് അവിടെ ഉള്ളത് എങ്ങനെയാണെന്ന് കാണാൻ പോയി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ജയിലർ പറഞ്ഞത്, നല്ല നടപ്പുകാരൻ മാത്രം ഇവിടെ, കുഴപ്പക്കാരായ ആരെയും ഞങ്ങൾ ഇവിടെ തുറന്ന ജയിലിൽ സെല്ലില്ലല്ലോ, അടയ്ക്കുന്ന സ്ഥലമില്ലല്ലോ, പകലൊക്കെ ഇങ്ങനെ കൃഷിപ്പണി ചെയ്തും പശുവിനെ മേച്ചും ഒക്കെ നടക്കാമല്ലോ അവിടെ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഓരോരുത്തരുടെ മുഖങ്ങൾ കാണുമ്പോഴും ഞാൻ ആലോചിച്ചു, പാവം മര്യാദയ്ക്ക് ജീവിച്ചായിരിക്കും, സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ പെട്ടതായിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഊണ് കഴിക്കായിരുന്നു. അങ്ങനെ ഈ ജയിലർമാരാണ്, ഈ ജയിലിൽ കിടക്കുന്ന പ്രതികളാണ് ആഹാരം വിളമ്പുന്നത്. അങ്ങനെ ഒരാൾ എനിക്ക് സാമ്പാർ കൊണ്ടുവന്ന് ചോറിലൊഴിച്ചിട്ട് പോയപ്പോൾ എൻ്റെ അടുത്തിരുന്ന് ജയിലർ എൻ്റെ കാതിൽ പറഞ്ഞു, ഒരാളെ കൊന്ന കൈ കൊണ്ടാണ് കേട്ടോ താങ്കൾക്ക് ഈ ആഹാരം തരുന്നത് പറഞ്ഞു. എൻ്റെ സർവ്വനാടിയും തകർന്നു പോയി. പിന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഈ നെട്ടുകോൽ തെരുവിൽ കിടക്കുന്ന, തുറന്ന ജയിലിൽ കിടക്കുന്ന എല്ലാ പ്രതികളും കൊലപാതക കേസിലെ പ്രതികളായിരുന്നവരാണ്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടോ തെളിവുകൾ കൊണ്ടോ ഒക്കെ പെട്ടുപോകുന്നതാണ് ഭൂരിപക്ഷം പേരും. അറിഞ്ഞുകൊണ്ട് ആരും കൊല്ലൂല്ലല്ലോ. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ എനിക്ക് കുറ്റവാളികളാവുന്നവരെക്കുറിച്ച് ഒരുപാട് മുഖങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. നമ്മൾ ഈ വിജയകുമാറിനെ പോലുള്ള ഒരാളിനോട് എന്താ പറയുക, കുത്താൻ വരുന്ന പോത്തിനോട് വേദം ഓതരുത് എന്ന് പറയുന്ന പോലെ വിജയകുമാറിനോടൊന്നും പറഞ്ഞ് ഇത് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാനിതിൽ പറഞ്ഞ സിയാദ് കോക്കറായാലും ദിലീപായാലും രഞ്ജിത്തായാലും തുറന്ന ജയിലിലെ പ്രതികളായാലും മറ്റ് നേരത്തെ പറഞ്ഞ ജയിലറായാലും ഇവരുടെയൊക്കെ അനുഭവങ്ങൾ വിജയകുമാറിനെ പോലുള്ളവർ അല്ലെങ്കിൽ കൂടെ നടക്കുന്ന എർത്തുകളെങ്കിലും ഓർക്കണം. കാരണം ഒന്നുകൊണ്ടും അഹങ്കരിക്കരുത്. ഭാര്യയുടെ കെട്ടുതാലിയും കിടപ്പാടവും ഒക്കെ വിറ്റ് സിനിമ എടുക്കുന്നവനെ എങ്ങനെ കുഴിയിൽ ചാടിക്കാമെന്നല്ല ഫിയോക്കിനെ പോലെ തിയേറ്റർ മുതലാളിമാരുടെ സംഘടന ആലോചിക്കേണ്ടത്. അവർക്ക് 10 പൈസ എങ്ങനെ ലാഭമുണ്ടാക്കി കൊടുക്കാമെന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫിയോക്കിൻ്റെ ഈ സമരം എങ്ങനെയും പൊളിക്കണം എന്നാണ് എനിക്ക് ദിലീപ് അടക്കമുള്ളവരോടും ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവരോടും ഇടവേള ബാബു അടക്കമുള്ളവരോടും പറയാനുള്ളത്. അല്ല പ്രൊഡ്യൂസർമാരുടെ ഒരു പ്രൊഡ്യൂസർമാർ വേണമെങ്കിൽ തിയേറ്ററുകാരെ പൊളിച്ചോട്ടെ എന്ന് വിചാരിക്കാതെ മലയാള സിനിമ ഇൻഡസ്ട്രി ഒറ്റക്കെട്ടായി നിന്ന് ഈ ഏകാധിപത്യ ഭരണം നടത്തുന്ന വിജയകുമാറിനെ പോലുള്ളവരുടെ സംഘടനയെ പൊളിക്കണം എത്രയും വേഗം എന്ന് പറഞ്ഞുകൊണ്ട് മലയാള സിനിമ കളിക്കാത്ത മറ്റ് ഭാഷാ ചിത്രങ്ങൾ മാത്രം കളിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു തിയേറ്ററിലും നീയൊന്നും കളിക്കണ്ട മറ്റവനെ എന്ന് പറയാനുള്ള ആർജവം കേരളത്തിലെ പ്രേക്ഷകർക്കുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കുണ്ടാവണം. നമ്മുടെ ഭാഷയെക്കുറിച്ച് മലയാള സിനിമ കളിക്കാതെ, മലയാളം പറയുന്നവരുടെ സിനിമ കളിക്കാതെ, ഞങ്ങൾ തമിഴും തെലുങ്കും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ വെച്ച് കളിക്കുമെന്ന് പറഞ്ഞാൽ നീ അങ്ങനത്തെ കോപ്പിലെ സിനിമ കളിക്കണ്ട എന്ന് പറയാനുള്ള ആർജവം ടിക്കറ്റ് എടുത്ത് കയറുന്ന ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട്
ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുന്നു. കുഞ്ഞാലി മരയ്ക്കാർ OTT കൊടുക്കാൻ പോയപ്പോൾ അങ്ങനെ ചെയ്യരുത്, കുഞ്ഞാലി മരയ്ക്കാർ പോലുള്ള സിനിമകൾ വലിയ സ്ക്രീനിൽ കാണേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ച് അഭിനന്ദിച്ച ആളാണ്. ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു ദിനേശം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് വിജയകുമാർ. അതുകൊണ്ട് എനിക്ക് വിജയകുമാറിനോട് ഒരു വിരോധമില്ല. പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന ഈ ഏകാധിപത്യം, നിങ്ങൾ കാണിക്കുന്ന ഈ അഹങ്കാരം, അത് നല്ലതിനല്ല വിജയകുമാറെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.